الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യനായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്ന പരലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു സൽക്കർമ്മമായി നമ്മുടെ ഈ വിജ്ഞാന സദസ്സിനെ മാറ്റുമാറാണ്. ഒരു ഹജ്ജ് വേളയിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംറയിൽ എറിയാനുള്ള കല്ലുകൾ പെറുക്കി കൊടുക്കാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കി കൊടുത്തു. ആ കല്ലുകൾ കയ്യിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയുള്ള കല്ലുകളാണ് നിങ്ങൾ നിങ്ങളുടെ ദീനിൽ തീവ്രവാദം പുലർത്തരുത്, അതിൽ കവിയരുത്. ദീനിലുള്ള അതിവാദങ്ങളാണ്, അതിർ കവിച്ചിലുകളാണ് മുൻകഴിഞ്ഞ മതസമൂഹങ്ങളെ നശിപ്പിച്ചു കളഞ്ഞത്, തകർത്ത് കളഞ്ഞത്. അത് നിങ്ങൾ പാലിക്കും, ചെയ്യരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ ഒരു സ്തൂപത്തിന് നേരെ എറിയുന്ന കല്ല് എത്ര വലുതായാലും എന്താണ്, നമുക്ക് കയ്യിൽ പിടിച്ച് എറിയാൻ കഴിയുന്ന അത്ര വലിയ കല്ലെടുത്തിട്ട് എറിയുക എന്നതല്ലേ പിശാചിന്റെ സ്തൂപത്തോടുള്ള നമ്മുടെ എതിർപ്പിന് പ്രകടിപ്പിക്കുവാൻ ഏറ്റവും നല്ലത്. ഹജ്ജിന് പോയാൽ ചില ആളുകളൊക്കെ ചെരുപ്പ് പെറുക്കി മറ്റു പലതും പെറുക്കി എറിയുന്നത് കാണും. അതൊരു വികാര കല്ലിച്ചയിൽ ചെയ്യുന്നതാണ്, അത് ആക്ഷേപാർഹമല്ല. പക്ഷേ വലിയ കല്ലെടുത്ത് നമുക്ക് എറിയാൻ കഴിയുന്ന അത്രയും വലിയ കല്ലെടുത്ത് എറിയുക എന്ന ഒരു ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ചെറിയ കല്ലുകൾ ഇത് മതി എന്ന് പറയുക മാത്രമല്ല റസൂൽ ചെയ്തത്. അവിടെ വെച്ച് ദീനിന്റെ ഒരു വലിയ തത്വം മറ്റു പല സന്ദർഭങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു തത്വം വീണ്ടും ഊന്നി പറയുകയും ചെയ്തു. ആ സന്ദർഭം, അതിനുപയോഗിച്ച സാഹചര്യം, അതിന്റെ പശ്ചാത്തലം നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം ഇസ്ലാം വിഭാവന ചെയ്യുന്ന ആത്മീയതയുടെ, ആരാധനയുടെ കാഴ്ചപ്പാട് എന്താണ്, അതിലെ ജീർണത, തീവ്രത, അതിനിടക്കുള്ള മധ്യമ നിലപാട്, ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം നമുക്ക് ധാരാളം മതിയാകുന്നതാണ്. മറ്റു പല സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ദീനിൽ അതിർ കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. എന്തുകൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത്? ഏത് കാലഘട്ടത്തിലെയും മതസമൂഹങ്ങളിൽ ആത്മീയതയെ ഉൾക്കൊള്ളുന്നതിൽ പല തരത്തിലുള്ള സമീപന രീതികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു സമീപന രീതി തീവ്രവാദത്തിൻ്റെതാണ്, അതിവാദത്തിൻ്റെതാണ്. മധ്യമ നിലപാട് വിട്ട്, സന്തുലിതമായ കാഴ്ചപ്പാട് വിട്ട് കർക്കശമായ തീവ്രമായ നിലപാടുകൾ എടുക്കുക, അതിന്റെ ഏറ്റവും പരമകഷ്ടയിലേക്ക്, ഏറ്റവും തീവ്രമായ ഒരു തലത്തിലേക്ക് ആശയങ്ങളെ, കാഴ്ചപ്പാടുകളെ, നിലപാടുകളെ, അതനുസരിച്ചുള്ള കർമ്മങ്ങളെ കൊണ്ടുപോകുക. നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്ട്രീമിസം എന്ന് പറയാറുണ്ട്. ഈ എക്സ്ട്രീമിസം ഇസ്ലാം ഒരു വിഷയത്തിലും അംഗീകരിച്ചിട്ടില്ല. ഏതു കാര്യത്തിലുമുള്ള സന്തുലിതമായ ഒരു സമീപനത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വിശ്വാസത്തിൽ, ആരാധനാ കാര്യങ്ങളിൽ, ഭക്തിയിൽ,
കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, എല്ലാറ്റിലും ഒരു സന്തുലിതമായ നിലപാട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും ഇങ്ങനെ ആത്മീയ തീവ്രവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്റെ സമൂഹത്തിലും ഞാനത് ഭയപ്പെടുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ സമൂഹത്തിൽ നിന്ന് തന്നെ പ്രവാചകൻ അങ്ങനെ അനുഭവം ഉണ്ടായിട്ട് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. സ്വഹാബിമാരിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ തവത്തുൽ സ്വീകരിക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ ലൈംഗിക വികാരങ്ങളെ നശിപ്പിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുകയാണ്. ഇനി സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നേ ഇല്ല. അത് ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ്. അള്ളാഹുവിലേക്ക് എത്താൻ, സ്വർഗത്തിലേക്ക് എത്താനുള്ള വളർച്ചയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി ശാരീരിക വികാരങ്ങളെ നശിപ്പിക്കുകയാണ്, ഞങ്ങൾ തപത്തിൽ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കഠിനമായി അതിനെ ശാസിച്ചു. അതെന്റെ വഴിയല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റു ചില ആളുകൾ വന്ന് ഞങ്ങൾ എന്നും നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടഞ്ഞു. മറ്റു ചില ആളുകൾ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഞങ്ങൾ താമസമാക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും വിലക്കി. അങ്ങനെ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒറ്റയായി ഏകാന്തവാസം അനുഷ്ഠിച്ച് ആത്മീയ അനുഭൂതി നേടുക എന്നത് ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ ആത്മീയത ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടാണ്, ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഇസ്ലാമിലെ പള്ളികൾ നിങ്ങൾ നോക്ക്. ഈ പള്ളികൾ എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാ പള്ളികളും ഉണ്ടായിട്ടുള്ളത് നഗരമധ്യത്തിലാണ്. ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ടൗൺഷിപ്പുകൾ രൂപപ്പെടുന്നത് തന്നെ. കൈറോ, ബഗ്ദാദ്, ഡമസ്കസ്, എവിടെ നോക്കിയാലും ഒരു പള്ളി ഉണ്ടാകുന്നു. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാകുന്നു. നഗരങ്ങളുടെ മാതാവ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മക്ക, ഉമ്മൽ ഖുറ, അവിടെ ആദ്യം ഉണ്ടാകുന്നത് എന്താ? കഅബയാണ്. കഅബ സൃഷ്ടിച്ചിട്ട്, കഅബ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി ജനങ്ങളെ അങ്ങോട്ട് വിളിക്കുകയാണ്. അവിടെ ആൾതാമസം തുടങ്ങുകയാണ്. കഅബ കേന്ദ്രീകരിച്ച്, മസ്ജിദുൽ ഹറാം കേന്ദ്രീകരിച്ചാണ് പിന്നീട് ഒരു നഗരം അവിടെ രൂപപ്പെട്ടു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് എന്താ? മസ്ജിദ് ഖുബയും തൊട്ടുടനെ മസ്ജിദ് നബവിയുമാണ്. പിന്നെ മദീനത്തിന്റെ നബി പ്രവാചകന്റെ പട്ടണം ഉണ്ടാകുന്നത് പ്രവാചകന്റെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ പള്ളികളെല്ലാം നിലകൊള്ളുന്നത് ജനങ്ങൾക്കിടയിലാണ്. ആ പള്ളികളിൽ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയത നമസ്കാരം കഴിഞ്ഞാൽ എഴുത്തിക്കാഫാണ്. എഴുത്തിക്കാഫ് എവിടെയാണ്? പള്ളികളിൽ നിർവഹിക്കണം. എഴുത്തിക്കാഫ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പഴയ സന്യാസത്തിന്റെ ഒരു പരിഷ്കരിച്ച രൂപമായി നമുക്ക് കാണാൻ വേണമെങ്കിൽ, പക്ഷെ അത് പള്ളികളിലാണ്. പള്ളികളുടെ പ്രത്യേകത അവിടെ ജനം ഒരുമിച്ച് കൂടും. പ്രത്യേകിച്ചും റമദാനിന്റെ അവസാനത്തെ പത്തിലാണ് എഴുത്തിക്കാഫ്. പ്രബലമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ എഴുത്തിക്കാഫുണ്ട്. ഈ 10 ദിവസങ്ങൾ പള്ളികൾ ഏറ്റവും സജീവമാകുന്ന സന്ദർഭത്തിലാണ്. ഏറ്റവും സജീവമാകുന്ന സന്ദർഭമാണ്. ധാരാളം ആളുകൾ പള്ളിയിൽ വരും. പള്ളിയിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുകയും നിരന്തരമായി പള്ളികളുമായി ആളുകൾ ബന്ധപ്പെടുകയും പള്ളികളിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ആളുകൾ മടിക്കുകയും ചെയ്യുന്ന സന്ദർഭം. അപ്പോഴാണ് പള്ളിക്കാർക്ക് എഴുത്തിക്കാതിരിക്കാൻ പറയുന്നത്. അപ്പൊ ജനങ്ങളുമായി ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ആത്മീയതയാണ്, ഒരു പരലോകമോക്ഷത്തെയാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റു പല മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ മലമുകളിലോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ ഒക്കെ ആകുമ്പോൾ ഇസ്ലാമിന്റെ ആരാധനാലയം പള്ളി ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്നതും അവിടെ എഴുത്തിക്കാഫ് പോലെയുള്ള ആരാധനകൾ ജനങ്ങൾക്കിടയിൽ നിർവഹിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പൊ ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഭൗതിക ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടുള്ള, അറിഞ്ഞുകൊണ്ടുള്ള, അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ അന്വേഷണത്തെ കുറിച്ചാണ് ഇസ്ലാം പറയുന്നത്. പ്രവാചകൻ സ്വഹാബിമാരിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള വൈകല്യങ്ങളെ തിരുത്തിയത് കാണാം. സ്വഹാബിമാർ പരസ്പരം തിരുത്തിയത് കാണാം. സൽമാൻ അൽ ഫാരിസി അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആത്മീയതയെ തിരുത്തുന്നുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും പകൽ നോമ്പെടുക്കും. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പാടില്ല. അദ്ദേഹം ചെന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദായുടെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അതിഥിയാണ്, ഞാൻ അതിഥിയാണ്, ഞാൻ ഭക്ഷണം കഴിക്കണം, നിങ്ങളും കഴിക്കണം. അങ്ങനെ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സുന്നത്ത് നോമ്പ് മുറിപ്പിച്ചിട്ട് ഭക്ഷണം കഴിച്ചു. രാത്രിയാകുമ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ഉറങ്ങാതെ ഭാര്യയുടെ അടുത്ത് കിടക്കാതെ അബൂദർദാ എഴുന്നേറ്റിട്ട് ഒരു പായയുമായിട്ട് നമസ്കരിക്കാൻ പോകും. സൽമാൻ ഫാരിസി നീ കൊണ്ടാ പോകുന്നു? ഞാൻ നമസ്കരിക്കാൻ പോകും. പോയി കിടക്ക് ഭാര്യയുടെ അടുത്ത്.
തിരിച്ചയച്ചു. 2-3 തവണ തിരിച്ചയച്ചു. രാവിലെ 1/3 കഴിയുമ്പോൾ തഹജ്ജുദ് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവർ എഴുന്നേറ്റ് നമസ്കരിച്ചു. പ്രവാചകൻ തിരുത്തിയിട്ടുണ്ട്, സ്വഹാബിമാർ പരസ്പരം തിരുത്തിയിട്ടുണ്ട്. ആത്മീയ രംഗത്തെ ഒരു അതിവാദത്തെയും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവമുണ്ട്, നമ്മൾ പലതവണ കേട്ടിട്ടുള്ള. ഒരു യുദ്ധമുന്നണിയിൽ മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധ സന്ദർഭത്തിൽ ശത്രു സൈന്യത്തിലെ പോരാളി മുസ്ലിം സൈനികന്റെ മുമ്പിൽ കുടുങ്ങി. അയാൾ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായി. ആ ശത്രു സൈനികൻ ഉടനെ ഷഹാദത്ത് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മളെ മുമ്പിലാണ് ഒരാളങ്ങനെ ചൊല്ലുന്നതെങ്കിൽ നമ്മൾക്ക് എന്താ മനസ്സിലാകും? അയാൾ എന്റെ വാളിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കലിമ ചൊല്ലിയത്. അങ്ങനെ നീ രക്ഷപ്പെടണ്ട. ആ ദേഷ്യവും കൂടെ വെച്ചുകൊണ്ട്, ആ ഒരു ഈർഷ്യയും കൂടെ വെച്ചുകൊണ്ടായിരിക്കും പിന്നെ അയാളെ കൊല്ലുക. ആ ഈർഷ്യ ഉണ്ടായിരുന്നോ എന്നറിയില്ല, സ്വഹാബി അയാളെ വധിച്ചു കളഞ്ഞു. ലായിലാഹില്ല ഇപ്പൊ ചൊല്ലിയത് രക്ഷപ്പെടാനാണ് എന്ന് ആ സ്വഹാബി ഉറപ്പിച്ചത്. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം, അശഖത്ത ഖൽബഹു മാദാ തഫഅലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅ ബിഹി യൗമൽ ഖിയാമ. പരലോകത്ത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വന്നിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നു, അതിനുശേഷമാണ് എന്നെ കൊന്നതെന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്യുക? സഹാബി പറഞ്ഞു, അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അശഖത്ത ഖൽബഹു, നീ അവന്റെ ഹൃദയം പിളർന്നു നോക്കിയിട്ടുണ്ടോ? അവൻ ആത്മാർത്ഥമായിട്ടാണോ പറഞ്ഞത്? അവൻ കാപട്യത്തിലാണോ പറഞ്ഞത്? പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു സംഗതി വെച്ചിട്ട് തീരുമാനിക്കാൻ, ഒരാളെ മുസ്ലിമും മുശ്രിക്കുമാക്കാൻ നിനക്ക് അധികാരമില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. ആ സംഭവത്തിൽ നിങ്ങളോട് സലാം പറഞ്ഞു വന്ന ഒരാൾ, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു വന്ന ഒരാൾ, അയാളോട് നീ മുസ്ലിം അല്ല, മുഅ്മിനല്ല എന്ന് നീ പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ വിശ്വാസ രംഗത്തെ, ആരാധനാ രംഗത്തെ എല്ലാതരം അതിവാദങ്ങളെയും ഇസ്ലാം ചികിത്സിച്ചു. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടതുപോലെ അതിവാദങ്ങൾ പല സന്ദർഭങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. വിശ്വാസ രംഗത്ത് ശിർക്ക്, കുഫ്ർ ഫത്വകൾ അതിന്റെ ഉദാഹരണമാണ്. മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളെ കുറിച്ച് അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ മുബ്തദിയാണ്, അവൻ പിഴച്ചവനാണ്, അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഫത്വകൾ പുറപ്പെടുവിക്കുക. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ കേട്ടിരുന്നു. പക്ഷേ പരസ്യമായി അത്തരം ഫത്വകൾ പുറപ്പെടുവിക്കുക എന്നത് ഈ 2012 സമീപകാലത്ത് അത് വളരെ പ്രമുഖരായ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ എതിരെ മതവേദികളിൽ നിന്ന് ശിർക്ക്, കുഫ്ർ ഫത്വകൾ പരസ്യമായിട്ട് വരാൻ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ വരുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്, വിവാദമാകുന്നത്. എന്നാൽ അതിങ്ങനെ തുടർച്ചയായി നേരത്തെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു മതസമീപനത്തിന്റെ പ്രശ്നമാണ്. അതൊരു പ്രസംഗത്തിന്റെ വിഷയമല്ല, അതൊരു മതസമീപനത്തിന്റെ, ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. മുസ്ലിം സമൂഹത്തിലെ അഭിപ്രായ ഭിന്നതകളുള്ള ആളുകളെ, വിയോജിപ്പുള്ള സംഘടനകളെ, വിയോജിപ്പുള്ള വ്യക്തികളെ, എന്റെ ആശയങ്ങളുമായി യോജിക്കാത്തവരെ ഞാൻ എങ്ങനെ സമീപിക്കണം? അവന്റെ ഇസ്ലാം, അവന്റെ ഈമാൻ, അവന്റെ തഖ്വ, അവന്റെ ഭക്തി, ഇതിനെ ഞാൻ എങ്ങനെയാണ് അളക്കേണ്ടത്? പർദ്ദ ധരിക്കുന്ന ഒരാൾക്ക് സാധാരണ നമ്മൾ പറയുന്ന ഈ കറുത്ത അല്ലെങ്കിൽ അതുപോലെ കളറുകളിലുള്ള ബുർക്കയുടെ രൂപത്തിലുള്ള പർദ്ദ ധരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇസ്ലാമികമായ സംസ്കാരത്തോടെ ചുരിദാർ ധരിച്ച ഒരു പെൺകുട്ടിയിൽ ഈമാൻ കുറഞ്ഞതായിട്ട് തോന്നുക, തഖ്വ കുറഞ്ഞതായിട്ട് തോന്നുക. താടി അറ്റമില്ലാതെ നീളുന്ന ഒരാൾക്ക്, താടി പഠിക്കുന്ന എന്നാൽ നല്ല മുത്തക്കിയായ ഒരാൾക്ക് തഖ്വയില്ല എന്ന് തോന്നുക. ഇതൊക്കെ ആത്മീയ രംഗത്തെ അതിവാദങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നങ്ങളാണ്. അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം അതിൽ അടങ്ങിയിരുന്നു. അതിൽപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു, ഒന്ന്, മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്കെതിരെ ശിർക്ക്, കുഫ്ർ ഫത്വകൾ പുറപ്പെടുവിക്കുക. 2, ഭൗതിക ജീവിതത്തോട് ഒരുതരം വെറും വിരക്തിക്കപ്പുറം അതിനെ നിഗ്രഹിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ഒരു സമീപനം ഉണ്ടാവുക. സമീപകാലത്ത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന, കേരളത്തിൽ എന്നല്ല മറ്റു പല ഭാഗങ്ങളിലും രൂപപ്പെട്ടു വരുന്ന ഒരു പ്രവണതയുണ്ട്. വിവാഹമോചനങ്ങൾ പെരുകുന്നു. സാധാരണ നമ്മൾ അറിയുന്നിടത്തോളം കുടുംബ കലഹത്തിന്റെ പേരിലോ സ്ത്രീധനത്തിന്റെ പേരിലോ ഒന്നുമുള്ള വിവാഹമോചനങ്ങളല്ല, ആത്മീയതയുടെ പേരിലുള്ള വിവാഹമോചനം. അടുത്ത് ഞാൻ കേട്ട 2 സംഭവങ്ങൾ. ഒന്ന് എന്റെ കുടുംബത്തിലാണ്,
ഒന്ന് പരിചയത്തിലാണ്. സ്ത്രീയെ, ഭാര്യയെ, 2-3 മക്കളുള്ള ഭാര്യയെ വിവാഹമോചനം ചെയ്തു. നല്ല ചെറുപ്പക്കാരൻ. ഒരു ഡോക്ടറുടെ ഭാര്യ മക്കളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. സമീപകാലത്ത് കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഭാര്യയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ ദുനിയാവുന്നില്ല, അദ്ദേഹത്തിന് ദുനിയാവുന്നില്ല, അദ്ദേഹം ആത്മീയതയുടെ ഏതോ ഒരു ലോകത്തേക്ക് പോയിരിക്കുകയാണ്. ആളൊരു ഡോക്ടറാണ്. ഇത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതെവിടെയോ നടക്കുന്ന 1-2 സംഭവങ്ങളല്ല, ഇത് ആളുകൾക്കിടയിൽ ഒരു മാലിന്യമായിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചില ആളുകൾ നിങ്ങൾക്ക് കാണാം, മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇപ്പൊ അടുത്ത് ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു 4-5 ചെറുപ്പക്കാര് അവരുടെ താടി ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇതെന്താ സംഭവം? എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇത് ഒരു പുതിയ സമീപനമാണ്. എടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, യമനിൽ നിന്ന് കേരളത്തിലേക്ക് ആട്ടിൻ പാലോ ഒട്ടകത്തിന്റെ പാലോ കൊണ്ടുവരുന്നുണ്ട്. എന്തിനാണ് ഞാൻ ചോദിച്ചിട്ട്? അപ്പൊ അവർ പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഈമാനുള്ളത് യമനിലാണ്. അതിൽ ഈമാൻ യമാനിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസ്. ഈമാനുള്ളത് യമനാണ്. അപ്പൊ യമനിൽ നിന്ന് ആട്ടിൻ പാലോ ഒട്ടകത്തിന്റെ പാലോ കൊണ്ടുവന്ന് കുടിക്കണം. നീ കഴിയുമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് യമനിൽ പോയി താമസിക്കണം. കാരണം ഈമാനുള്ളത് അവിടെയാണ്. അത് കുറച്ചു മുമ്പുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ വളരെ ശക്തിപ്പെട്ടു വന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. മരുഭൂമിയിൽ തമ്പ് കെട്ടി താമസിക്കുക. പ്രവാചകനും സഹാബിമാരും ഒക്കെ അങ്ങനെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ താമസിക്കണമെന്ന് പറയുന്നവരുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകളുടെ മുഖം മറക്കുക. മുഖം മറക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മുഖം മറക്കണം എന്ന അഭിപ്രായമുള്ള സ്ത്രീകൾക്ക് അതാകാം. പക്ഷേ മുഖം മറക്കാൻ നിർബന്ധിക്കുകയും മുഖം മറക്കാത്ത സ്ത്രീകൾ, അവർക്ക് ഈമാനില്ലാത്തവർ, ഇസ്ലാമില്ലാത്തവർ, തഖ്വയില്ലാത്തവർ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്തവർ എന്ന് അവരെ മുദ്രകുത്തുകയും ചെയ്യുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചർച്ചകൾ, ഒരുപാട് പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നു. അത് സമീപകാലത്ത് അത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത്, വിശേഷിച്ചും ഈ വാദങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങിയത് സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷമാണ്. അതിനുശേഷം ഒരു സാംസ്കാരിക ഇസ്ലാമിന്റെ പ്രചാരണം ലോകത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഈ ആത്മീയവാദങ്ങൾ പൊടിതട്ടിയെടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം കർമ്മശാസ്ത്ര രംഗത്താണ്, ഫിഖ്ഹിലാണ്. ഈ ഇത്തരം വിഷയങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം ഫിഖ്ഹിന്റെ നിയമങ്ങളും ചില ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് സമർപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ വിശ്വാസ കാര്യങ്ങളിലും കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിലുമുള്ള തീവ്രവാദങ്ങൾ, അതിവാദങ്ങൾ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തതാണ്. ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യത്തിന് പലപ്പോഴും വിഘാതം നിൽക്കുന്നതും മാറ്റി കുറയ്ക്കുന്നതുമാണ്. ഇപ്പൊ വിശ്വാസരംഗം ഉദാഹരണത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ വിശദാംശങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിലോ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലോ ഒക്കെ വിശദാംശങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത്, ഹദീസ് മനസ്സിലാക്കുന്നിടത്തുള്ള വ്യത്യാസമനുസരിച്ച്, അതിനെ വ്യാഖ്യാനിക്കുന്നിടത്തുള്ള വ്യത്യാസമനുസരിച്ച് ധാരാളം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബിമാർ നബിയുടെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഖലീഫമാരുടെ തെരഞ്ഞെടുപ്പ്, ഖലീഫമാർ 4 പേരും അവരവരുടെ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാടല്ല പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്ന നിലപാടല്ല പല വിഷയങ്ങളിലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നത്. പ്രാദേശികമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അഭിപ്രായ ഭിന്നതകളെല്ലാം ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാണ്. ആ അഭിപ്രായ ഭിന്നതകളിൽ എന്റെ വീക്ഷണം മാത്രമാണ് ശരി, ഇതാണ് സ്ഥാപിക്കപ്പെടേണ്ടത്.
ഇത് അംഗീകരിക്കാത്തവനെല്ലാം ദീനിന് പുറത്ത്, അല്ലെങ്കിൽ ഈമാൻ കുറവുള്ളവൻ, ഇസ്ലാം കുറവുള്ളവൻ. ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകൾ ഒരർത്ഥത്തിലും ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയില്ല. അത് നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലാണ്. അതിലൊന്ന് വിശ്വാസപരമാണ്, അഖീദാപരമാണ്. അഖീദയിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഭിന്നധാരകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം രൂപപ്പെട്ടു വന്നത് ഹംബലി സരണിയാണ്. ഇന്ന് സലഫി സരണി എന്നറിയപ്പെടുന്ന ഹനാബിൽ അഹമ്മദ് ബിൻ ഹംബലിന്റെ നേതൃത്വത്തിലുള്ള ഹംബലി സരണി. അശ്അരിയ്യത്ത് ഉണ്ടായിട്ടുണ്ട്, മാതുരിദി ഉണ്ടായിട്ടുണ്ട്, മുഅത്തസിലി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വിശ്വാസ കാര്യങ്ങളിൽ അഖീദയിൽ വ്യത്യസ്തങ്ങളായ ചിന്താധാരകളുണ്ട്. അതിൽ മുഅത്തസിലി സരണിയെ മാത്രമാണ് കുറച്ച് മാറ്റി നിർത്തിയിട്ടുള്ളത്. അതിനർത്ഥം മുഅത്തസിലികളുടെ എല്ലാ വാദങ്ങളും തെറ്റാണ് എന്നല്ല. രണ്ടാമത്തെ അഭിപ്രായ ഭിന്നത കർമ്മശാസ്ത്രത്തിലാണ്, ഫിഖ്ഹിലാണ്. നമ്മൾ ഉന്നയിച്ച പല വിഷയങ്ങളും ആ ഫിഖ്ഹിലാണ് വരുന്നത്. ഫിഖ്ഹിൽ ഖലീഫമാരുടെ കാലം കഴിയുന്നതോടെ കാലത്ത് തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായ ഭിന്നതകൾ പിന്നീട് മദ്ഹബുകൾ രൂപപ്പെടുന്നതോടെ അഭിപ്രായ ഭിന്നതകൾ വർദ്ധിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫി, അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഇബ്നു ഹസം, ഷിയാകളുടെ ഇമാം ജാഫർ, ഇവരുടെയൊക്കെ പേരിൽ മദ്ഹബുകളുണ്ട്. നമുക്ക് സുപരിചിതമായിട്ടുള്ളത് ഷാഫി മദ്ഹബാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലികി, ളാഹിരി മദ്ഹബുകൾ. ഷിയാക്കളുടെ ജാഫരി മദ്ഹബ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഈ മദ്ഹബുകൾക്കൊക്കെ ഇടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകളുണ്ട്. ആ മദ്ഹബുകളുടെ നായകന്മാർ പുലർത്താത്ത തീവ്രവാദങ്ങൾ അവർക്ക് ശേഷം അവരുടെ അനുയായികൾ പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടു വന്നിട്ടുള്ള വിവിധ പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ മക്ക, മദീന, ഇറാഖ്, ഈ പ്രദേശങ്ങളിലൊക്കെ ഭിന്ന വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. മക്കയിലെ നിലപാട് മദീനയിലെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇറാഖിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള കർമ്മശാസ്ത്ര രീതികൾ അത് മദീനയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അവിടങ്ങളിലൊക്കെ താമസമാക്കിയ സ്വഹാബിമാർ, അവിടങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ വിഷയങ്ങളെ സമീപിച്ചതിലുള്ള വ്യത്യസ്തങ്ങളായ രീതികളാണ്. ഇതിന്റെയൊക്കെ ഒരു തുടക്കം ഹിജ്റ 3 അല്ലെങ്കിൽ 2, 3, 4 നൂറ്റാണ്ടുകളിലാണ് ഇത്തരം അഭിപ്രായ ഭിന്നതകൾ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നത്. ഈ അഭിപ്രായ ഭിന്നതകളിൽ വിശ്വാസ കാര്യങ്ങളെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ വിശ്വാസ കാര്യങ്ങളിൽ സന്തുലിതമായ ഇസ്ലാമിന്റെ സമീപനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുക. ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അടിസ്ഥാന നിയമങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കുന്നവർ മുസ്ലിമാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഞാൻ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അവൻ മുസ്ലിമാണ്. പിന്നെ അവന്റെ വിശ്വാസത്തിലെ വിശദാംശങ്ങൾ നോക്കിയിട്ട് അവനെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ നമ്മളാളല്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവൻ മുസ്ലിമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവൻ ഫഖദ് അസ്വമ മിന്നി നഫ്സഹു, അവൻ എന്നിൽ നിന്ന് അവന്റെ ശരീരം സംരക്ഷിച്ചിരിക്കുന്നു, സുരക്ഷിതമാക്കിയിരിക്കുന്നു. വമാലഹു ഇല്ലാ ബിഹഖ്ഖിഹി, അവന്റെ ധനവും സുരക്ഷിതമാണ്. ആ ധനത്തിൽ അള്ളാഹുവിന് നൽകേണ്ട അവകാശം കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അവൻ സുരക്ഷിതനാണെന്ന് റസൂൽ പറഞ്ഞു. അവൻ മുസ്ലിമാണ്. അവന്റെ വിശ്വാസത്തിന്റെ വിശദാംശങ്ങൾ നോക്കി അവൻ മുശ്രിക്കാണോ, കാഫിറാണോ, മുബ്തദിയാണോ എന്ന് ഫത്വ ഇറക്കേണ്ടുന്ന പണി മുസ്ലിം സമുദായത്തിലെ ആരെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ ആ ഹദീസിന്റെ മറ്റൊരു ഭാഗം കൂടി പറഞ്ഞു, വഹിസാബുഹു അലല്ലാഹ്, വഹിസാബുഹു അലല്ലാഹ്. അവനെ വിചാരണ നടത്തിയിട്ട് അവന്റെ ഈമാൻ അളക്കേണ്ടത് നിങ്ങളുടെ പണിയല്ല. നിങ്ങളുടെ ഒരു സംഘടനയും അതിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു പണ്ഡിതനെയും ഒരു നേതാവിനെയും അതിനെ ഏൽപ്പിച്ചിട്ടില്ല. അവൻ ആദ്യം കാഫിറായിരുന്നു, ഇപ്പൊ മുശ്രിക്കും കാഫിറും കൂടിയായി എന്ന് പറയാൻ നിങ്ങൾക്കാരെ അധികാരം തന്നത്? ഇപ്പൊ ഇസാബു അലല്ലാഹ്, അവന്റെ ഈമാൻ അവന്റെ ഇസ്ലാമൊക്കെ അളന്ന് നോക്കിയിട്ട് അതിന് മാർക്കിട്ടിട്ട് തീരുമാനം എടുക്കേണ്ടത്, വിചാരണ ചെയ്യേണ്ടത്, കണക്ക് നോക്കേണ്ടത് അല്ലാഹുവാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തന വതഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലികൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നിർവഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായിട്ട് 5 സമയം നമസ്കരിക്കുന്നവൻ, വതഖബല ഖിബ്ലതന, ഖിബ്ലയിലേക്ക്, നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവൻ, വഅകല ദബീഹതന, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്നവൻ, ഫദാലികൽ മുസ്ലിം, അവൻ
മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള ചിഹ്നങ്ങൾ സ്വീകരിച്ചവൻ, അവൻ മുസ്ലിമാണ്. അവൻ അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്, പ്രവാചകന്റെ സംരക്ഷണമുണ്ട്. പിന്നെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ധാരാളം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ആ അഭിപ്രായ ഭിന്നതകൾ പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ നിങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ഓരോരുത്തരും മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളെ ശിർക്കും കുഫറും ആരോപിക്കാൻ നിന്നാൽ ഈ സമുദായത്തിൽ ആരാ ബാക്കിയുണ്ടാകുക? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാലത്തിൽ യഹൂദ് ലൈസത്തിൻ നസ്വാറ അലാ ഷൈഇൻ വകാലത്തിൻ നസ്വാറ ലൈസത്തിൽ യഹൂദ് അലാ ഷൈഇൻ വഹും യത്ലൂന الكتاب كذلك قال الذين لا يعلمون مثل قولهم والله يحكم بينهم يوم القيامة فيما كانوا به يختلفون. ജൂതന്മാർ പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് ഒരു ചുക്കും അറിയില്ല, അവർക്ക് ദീനേ ഇല്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞ ഇവർ ദീനിൽ നിന്ന് പുറത്താണ്, മതത്തിൽ നിന്ന് പുറത്താണ്, ഇവരല്ല ദൈവത്തിന്റെ ആളുകൾ. ഇങ്ങനെ രണ്ടു കൂട്ടരും ദൈവത്തിന്റെയും മതത്തിന്റെയും ആളുകളായിട്ട് സ്വയം വാദിച്ചു, മറ്റുള്ളവരെ പുറത്താക്കി. എനിക്ക് സ്വയം പറയാൻ ഞാനാണ് ദൈവത്തിന്റെ ആള്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണെന്ന് എനിക്ക് പറയാം. മറ്റവൻ മുഅ്മിനല്ല മുസ്ലിമല്ല എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. അത് അള്ളാഹ് തീരുമാനിക്കേണ്ടതാണ്. ഇവർ ഭിന്നിച്ചിട്ടുള്ള വിഷയത്തിൽ അള്ളാഹു പരലോകത്ത് വെച്ച് തീരുമാനം പ്രഖ്യാപിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് നേരത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കാഫിറും മുശ്രിക്കുമാക്കുന്ന തീവ്രവാദം അത് ഇസ്ലാം ഒരു നിലക്കും അംഗീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനങ്ങൾ അംഗീകരിച്ചാലും മുസ്ലിം. എന്നാൽ വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് അഖീദയിലെ ചർച്ചകളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു ആകാശത്താണോ ഭൂമിയിലാണോ? അള്ളാഹ് എവിടെയാണുള്ളത്? ഒരു ചർച്ചയാണ്. അള്ളാഹ് ആകാശത്താണോ ഭൂമിയിലാണോ? വേറെ ഒരു ചർച്ചയാണ് അള്ളാഹ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് 10-15 ദിവസം നീണ്ടു നിന്ന ഒരു വാദപ്രതിവാദ പരമ്പര നടത്തി. അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ചോദ്യാവലി അന്ന് എനിക്ക് വായിക്കാൻ പറ്റി. അതിലൊരു ചോദ്യം ഇതാണ്, അള്ളാഹുവിന്റെ കൈ അതെങ്ങനെയാണ്? അതിന്റെ പേരില തർക്കം. അപ്പൊ അള്ളാഹു കൈയിട്ടെന്ന് കൂടാൻ പറഞ്ഞിട്ടുണ്ട്. യദുല്ലാഹി ഫൗക അയ്ദീഹിം. അപ്പൊ ആ കൈ മനുഷ്യരുടെ കൈ പോലെയാണോ? അതിൽ 5 വിരലുണ്ടോ 6 വിരലുണ്ടോ? അതിന് വിരലില്ലാത്ത കൈയാണോ? ഒരു തർക്കമാണ്. മലക്കുകളും അള്ളാഹുവും ഇറങ്ങി വരും, അള്ളാഹുവും മലക്കുകളും വരുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മലക്കു സോഫൻ സോഫ. അപ്പൊ എങ്ങനെയാ വരിക? അള്ളാഹ് മുന്നിലും മലക്കുകൾ പിന്നിലുമായിരിക്കോ? മലക്കുകൾ കുറച്ചാൾ മുന്നിലും കുറച്ചാൾ പിന്നിലും അള്ളാഹ് നടുവിലുമായിരിക്കോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ കാണുക? നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അപ്പൊ അള്ളാഹുവിന്റെ രൂപം എന്തായിരിക്കും? അള്ളാഹു സിംഹാസനത്തിൽ ഇരുന്നു. ഇസ്തവാ അലൽ അർശ്. അപ്പൊ ആ ഇരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തുടങ്ങിയിട്ട് അഖീദയിൽ വിശ്വാസ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളുടെ വിശദാംശങ്ങളിൽ ഒരുപാട് ചർച്ചകളുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട്. ആ വിശദാംശങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ചാൽ അടിസ്ഥാനങ്ങൾ അംഗീകരിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചില രൂപങ്ങൾ, ചില ചിഹ്നങ്ങൾ, പ്രത്യക്ഷത്തിൽ അംഗീകരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുക, നമസ്കാരം നിർവഹിക്കുക, കിബിലക്ക് തിരിഞ്ഞു നിൽക്കുക, നമ്മൾ അർത്ഥത് ഭക്ഷിക്കുക. ഞാൻ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറയും. നിങ്ങൾ നമുക്ക് മുസ്ലിം സൗഹൃദ വേദിയുടെ ഒരു സമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു യോഗം നടത്തുന്നു. ഈ അഭിപ്രായ ഭിന്നതകളുള്ള എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൊടുത്തില്ല. എന്റെ പിന്നിൽ സാധാരണ ഞാൻ ഖുതുബ നടത്തുന്ന പള്ളിയിൽ നമസ്കരിക്കുന്ന, ഖുതുബ കേൾക്കാൻ വരുന്ന ഒരാൾ, പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഒരാൾ, ഒരു കുടുംബനാഥ് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം 2 മാസത്തിലേറെയായി എന്നോടൊരു സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ആ ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പറ്റും? ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അദ്ദേഹം പറയുന്നത്, ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് അവിടെ ഇമാമിനെ. അദ്ദേഹത്തിന്റെ സംശയം ഇതാണ്, അവരെ പിന്തുടർന്ന് നമസ്കരിച്ചാൽ അത് ശിർക്ക് ചെയ്യുന്നവരെ പിന്തുടർന്ന് നമസ്കരിക്കലാകുമോ? അതല്ല, അവിടെ പോയി നമസ്കരിക്കാതെ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ ജമാഅത്തിന്റെ പുണ്യം കിട്ടാതെയാകുമോ? ഞാൻ അദ്ദേഹത്തിന് അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അയാൾ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ച് അയാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൽ അയാളെ പിന്തുടർന്ന് നമുക്ക് നമസ്കരിക്കാം. ബാക്കി വിശദാംശങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിൽ തന്നെ നമുക്ക് അയാളെ മുശ്രിക്കും കാഫിറുമായി വിധി എഴുതാൻ കഴിയാത്ത ഒരുപാട് വിശദാംശങ്ങൾ അതിലുണ്ട്. ആ ചർച്ചയിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. അതിന് അയാളോട് ഞാൻ പറഞ്ഞ മറുപടികളിൽ ഒന്നാണ്,
മുസ്ലിം സൗഹൃദ വേദിയുടെ ഒരു സംഗമം നടക്കുന്നു. അതിലെല്ലാ വിഭാഗക്കാരും പങ്കെടുക്കുന്നു. അയാൾ ശിൽപ്പ് ചെയ്യുന്നവരാണ്, അയാളെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ അയാളെ മുസ്ലിം സൗഹൃദ വേദിയിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിമായി സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അതിന്റെ പ്രത്യക്ഷ ചിഹ്നങ്ങളുള്ള ആരെയും നമ്മൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നില്ല. ഇത് വളരെ ചെറിയ ഒരു വിഷയമല്ല. ഈ ഒരു ബോധം, മുശ്രിക്കാക്കുന്നതും കാഫിറാക്കുന്നതുമായ ഒരു ബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾക്കിടയിൽ വലിയ മാത്സര്യങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാകുന്നത്. അത് ഇത്തരത്തിലുള്ള ഫത്വകളിലേക്ക് നീങ്ങുന്നത്. രണ്ടാമത്തേത് കർമ്മശാസ്ത്രത്തിലെ അഭിപ്രായ ഭിന്നതകളാണ്. ഫിഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അറിയുക എന്നൊക്കെയാണ്. ഇസ്ലാമിന്റെ ഒരു സാങ്കേതിക ശരീരത്തിലെ സാങ്കേതിക പ്രയോഗമനുസരിച്ച് ദീനിന്റെ പ്രായോഗിക നിയമങ്ങൾ, വിശേഷിച്ചും അനുഷ്ഠാന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഉണ്ടാകുന്നത് ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം ഇജ്മാഇൽ നിന്ന്, അതുപോലെ തന്നെ തുലനം ചെയ്യുക എന്ന് പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യത്തോട് പുതുതായി വരുന്ന ഒരു വിഷയത്തെ തുലനം ചെയ്യുക, അങ്ങനെ ഖിയാസ് എന്ന് പറയും. അതിനെ വളർത്തുന്നത് ഇജ്തിഹാദാണ്, ഗവേഷണ പഠനമാണ്. മറ്റൊന്ന് തഖ്ലീദ്, ഈ കർമ്മശാസ്ത്ര നിയമങ്ങളെ പിന്തുടരുക. ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു ചർച്ചയാണ് ഫിഖ്. ഫിഖിൽ നമുക്ക് സുപരിചിതമായ ഒരുപാട് മദ്ഹബുകളുണ്ട്. നമുക്ക് ഏറ്റവും അറിയാം ഷാഫി മദ്ഹബാണ്. കാരണം കേരളത്തിൽ ഷാഫി മദ്ഹബാണ് കൂടുതലുണ്ട്. പക്ഷേ ഇന്ത്യയിലും ലോകത്തിലും ഷാഫി മദ്ഹബെല്ലാം കൂടുതലുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ ഹനഫി മദ്ഹബാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും ഒക്കെ ഉണ്ട്. യമനിൽ ഒമാനിൽ പോയാൽ അവിടെ നമുക്ക് ഇബാദി എന്ന് പറഞ്ഞ ഒരു മദ്ഹബ് കാണാം. കുറെ കൂടെ വിശാലതയുള്ള വീക്ഷണം ഉള്ള മദ്ഹബാണ് ഇബാദി മദ്ഹബ്. അപ്പൊ ഈ ഭിന്ന മദ്ഹബുകളൊക്കെ ഉണ്ട്. ഈ ഭിന്ന മദ്ഹബുകളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞ അഭിപ്രായ ഭിന്നതകൾ നമുക്ക് കാണാൻ കഴിയും. ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളൊന്നല്ല. ഒരാൾ ഹലാൽ എന്ന് പറയുന്ന മറ്റൊരാൾ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഒരാൾ ഫർദ് എന്ന് പറയുന്ന മറ്റൊരാൾ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് നമുക്കറിയാവുന്ന സുബഹി നമസ്കാരത്തിലെ ഖുനൂത്ത്, അതിന്റെ ഒരു ഉദാഹരണമാണ്. തലമറക്കല് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം അത് മറ്റൊരു ഉദാഹരണമാണ്. ഈ അഭിപ്രായ ഭിന്നതകളിൽ ഏറെയും ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങളെ അല്ല, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളെ അല്ല. അങ്ങനെ അഭിപ്രായ ഭിന്നതയുള്ള ചില വിഷയങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മൾ കാഫിറോ മുശ്രിക്കോ ആവില്ല. അത് ചെയ്താലും നമ്മൾ കാഫിറോ മുശ്രിക്കോ ആവില്ല. അങ്ങനെയുള്ള അഭിപ്രായ ഭിന്നതകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞ സുബഹി നമസ്കാരത്തിലെ ഖുനൂത്ത്. സുബഹി നമസ്കാരത്തിൽ ഒരാൾ ഖുനൂത്ത് ഓതി അയാൾ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. അത് ദീനിലെ വലിയൊരു പാപമൊന്നുമല്ല. ഒരാൾ ഖുനൂത്ത് ഓതാതെ നമസ്കരിച്ചു, അതുകൊണ്ട് അയാൾ മുത്തതിയാവുകയോ അയാൾ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോവുകയോ ചെയ്യില്ല. അത്രേ അതിന് പ്രാധാന്യമുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് അതിൽ രണ്ട് അറ്റങ്ങളിൽ നിൽക്കുന്ന തീവ്രമായ നിലപാടുകളിലേക്ക് നമ്മൾ വന്നു. അത് ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണെങ്കിൽ നിങ്ങൾ അതിന്റെ ദുരന്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇമാം ഷാഫി പറഞ്ഞു സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം. ഇമാം അബൂ ഹനീഫ പറഞ്ഞു സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് വേണ്ട. രണ്ടുപേരും മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്. രണ്ടുപേരും ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന നവോത്ഥാന നായകന്മാരാണ്, മുജദ്ദിദുകളാണ്. രണ്ടുപേരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനകത്തുള്ളതാണ്. ഇമാം അബൂ ഹനീഫ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുകാരനല്ലേ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം? ഇമാം അബൂ ഹനീഫ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അകത്തുള്ള ആളാണ്. ഇമാം ഷാഫി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അകത്തുള്ള ആളാണ്. 4 മദ്ഹബുകൾ നമ്മൾ പറഞ്ഞു, മാലിക്കി, ഹംബലി, ഹനഫി, ഷാഫി. ഈ 4 മദ്ഹബുകളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനകത്താണ്. ഈ 4 മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്ക്. ഒരു ഉദാഹരണം പറയാം. ആഭരണത്തിന്റെ സക്കാത്ത്, നമ്മളൊക്കെ ഇപ്പൊ സംശയം ചോദിക്കാറുള്ള ഒരു സംഗതി. ആഭരണത്തിന്റെ സക്കാത്ത് കൊടുക്കണം. ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഈ 3 പണ്ഡിതന്മാരുടെയും അഭിപ്രായം, ഇവരുടെ മദ്ഹബിന്റെ അഭിപ്രായം, ആഭരണങ്ങൾക്ക്, സാധാരണ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല, ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്നാണ്. എത്ര ഉപയോഗിക്കും? 10 പവൻ, 15 പവൻ,
20 പവനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ സാധാരണ നിത്യോപയോഗമായിട്ട്. എന്നാൽ നമ്മുടെയൊക്കെ വീട്ടിൽ 75-100 പവനൊക്കെ ആഭരണം പലരുടെയും വീട്ടിലുണ്ടാകും. അതിന് മുത്തലക്കായിട്ട് നിരുപാധികം ഒരു 10 പേരൊന്നുമില്ല. എത്ര ആഭരണം ഉണ്ടെങ്കിലും അതിന് സക്കാത്തില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സാധാരണ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല. എന്റെ വിഷയം അതല്ല. ഈ 3 ആളുകൾ ആഭരണങ്ങൾക്ക് നിത്യം ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞു. ഇമാം അബൂ ഹനീഫ പറഞ്ഞു ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണം, ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഇമാം അബൂ ഹനീഫയുടെ വീക്ഷണത്തിൽ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കാത്ത ഒരാളുടെ ഗതി എന്തായിരിക്കും? ഈ വൈരുദ്ധ്യമുള്ള 4 പേര്, 4 മദ്ഹബുകളും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനകത്താണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വീക്ഷണത്തിൽ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിയാൽ, നിങ്ങൾ wudu എടുത്തിട്ട് വരികയാണ്, പുറത്തുനിന്ന് വഴിയിൽ പാലില്ല മറ്റോ തട്ടിയിട്ട് ശരീരത്തിൽ നിന്ന് മുറിഞ്ഞു, എന്നിട്ട് രക്തം ഒഴുകി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത് രക്തം ഒഴുകിയതോടെ നിങ്ങളുടെ wudu മുറിഞ്ഞു. ഇമാം മാലിക് പറയുന്നത് രക്തം ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിയാലും wudu മുറിയുകയില്ല. സഈദ് ഇബ്നു മുസയ്യിബിനും അതേ അഭിപ്രായമാണ്. അപ്പൊ ഇമാം മാലിക് വന്നു, അല്ലെ മാലികി മദ്ഹബിൽ ഒരാൾ വന്നു, wudu എടുത്തിട്ട് വന്നു, ശേഷം ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു, അയാൾ ഇമാമ നിൽക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലോ പുറകെ വരുന്നു, അല്ലെങ്കിൽ അംബലി മദ്ഹബിൽ ഒരാൾ പുറകെ വരുന്നു. ഇയാൾ ഇവിടെ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുമോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പഠിപ്പിച്ചത് നമസ്കരിക്കുമെന്നാണ്. ഇമാം മാലിക്കിന്റെയും ഇമാം സഈദ് ബിൻ മുസയ്യിബിന്റെയും പിന്നിൽ നിന്ന് ഞാൻ എങ്ങനെ നമസ്കരിക്കാതെ? അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഇമാം നിൽക്കാൻ പൊതുവില്ല, പൊതുവില്ലാത്ത ആളുടെ പിന്നിൽ നമസ്കരിച്ച നമസ്കാരം ശരിയാവും. പക്ഷെ അത് എന്റെ അഭിപ്രായമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു. അങ്ങനെ മാനിക്കണം. ഉദാഹരണത്തിന് സ്ത്രീകളെ സ്പർശിച്ചാൽ, ഭാര്യയെ സ്പർശിച്ചാൽ wudu മുറിയും. മദ്ഹബുകളിൽ വ്യത്യസ്ത അഭിപ്രായം. എന്ന ഖുർആനിലെ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ എന്നാണ് അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരർത്ഥം. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അപ്പോഴാ wudu മുറിയാം. ഭാര്യമാരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ wudu മുറിയും, ഭാര്യമാരെ സ്പർശിച്ചാൽ wudu മുറിയില്ല. പക്ഷെ wudu മുറിയുമെന്ന് പറയുന്ന മദ്ഹബുകളുണ്ട്. ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്ന ആളുകൾ എന്താ ചെയ്യാം? നമ്മളൊക്കെ കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്, അവിടെ ഞാൻ മദ്ഹബ് മാറി എന്ന് പറയും. അങ്ങനെയുണ്ട്, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അവിടെ ഞാൻ മദ്ഹബ് മാറി എന്ന് പറയും. നമുക്ക് തൊട്ടാൽ wudu മുറിയെങ്കിൽ അവിടെ പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്തൊരു അനുഭവം പറഞ്ഞു. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ അസുഖം കാണാൻ വേണ്ടി പോയി. സുഖവിവരൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് എഴുന്നേൽക്കാനൊന്നും വയ്യ, wudu ചെയ്യിക്കണം ആരെങ്കിലും, എങ്കിലും നമസ്കരിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, ഞാൻ 5 ദിവസമായി നമസ്കരിച്ചിട്ട്, നിങ്ങൾ എനിക്കൊന്ന് wudu എടുത്ത് തരണം, എന്നിട്ട് ഭാര്യയുടെ വെള്ളം, ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ ഇവിടെ ഇല്ലേ? ഉണ്ട്. പിന്നെ അവരെ wudu എടുത്താൽ പോലെ? അപ്പൊ ഭാര്യയെ തൊട്ടാൽ wudu മുറിയില്ലേ? പിന്നെ എങ്ങനെ ഭാര്യയെ കൊണ്ട് wudu എടുപ്പിക്കുക? ഭാര്യ തൊട്ടാൽ wudu മുറിയും, അതുകൊണ്ട് ഭാര്യയെ കൊണ്ട് wudu എടുപ്പിക്കാൻ വയ്യ. 5 ദിവസം നമസ്കാരം നിർവഹിച്ചിരിക്കുക. ഇപ്പോഴത്തെ ഒരു 2 ആഴ്ചയായിട്ടുള്ള ഈ സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് മദ്ഹബ് മാറിയാൽ പോലെ. ഞാനതിലെ ഒരു ഫത്വ പറയല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായ ഭിന്നതകൾ, ആ അഭിപ്രായ ഭിന്നതകളുടെ പേരിലുള്ള അല്ലെങ്കിൽ തെറ്റായ നിലപാടുകളുടെ പേരിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ വിഷയം അതല്ല. ഈ അഭിപ്രായ ഭിന്നതകളെല്ലാം ഉള്ള 4 മദ്ഹബുകളും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനകത്താണ്. അപ്പൊ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മശാസ്ത്ര നിലപാടെന്താണ്? കർമ്മശാസ്ത്രത്തിന്റെ വിശദാംശങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതല്ല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അപ്പൊ കുനൂത്ത് ഓതാതെ നമസ്കരിക്കുന്ന, സുബഹി നമസ്കരിക്കുന്ന ആളെ, അയാളുടെ നമസ്കാരത്തെ ഒരു ഭംഗവും ഒരു പോരായ്മയും ഇല്ല. കാരണം അയാൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളാണ്. ഇമാം അബൂ ഹനീഫയെ ഞാൻ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ നിലപാടാണ്. അപ്പൊ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുക എന്നത് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ കർമ്മശാസ്ത്രത്തിലെ
ഏതെങ്കിലും ഒരു വീക്ഷണത്തോട് തീവ്രമായ നിലപാട് പുലർത്തുക, അത് അംഗീകരിക്കാത്തവരെല്ലാം പിഴച്ചു പോയവരാണ് എന്ന് മുദ്ര കുത്തുക, എല്ലാവരും പുത്തൻവാദികളാണെങ്കിൽ മുകുന്ദദ്വീപുകളാണ് എന്ന് മുദ്ര കുത്തുക, തിരിച്ചു മുദ്ര കുത്തുക, ഇതൊന്നും ഇസ്ലാമിൽ ഉള്ളതല്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു അഭിപ്രായത്തിൽ നിന്ന് മറ്റൊരു അഭിപ്രായത്തിലേക്ക് ആളുകളെ മാറ്റുന്നതിന്റെ പേരല്ല നവോത്ഥാനം. കുനൂത്ത് ഓതാത്ത ഒരാളെ ഓതുന്നവനാക്കലും ഓതുന്ന ഒരാളെ ഓതാത്തവനാക്കലും അല്ല നവോത്ഥാനം. അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടായിപ്പോയി. അപ്പൊ ആളുകൾ ചോദിക്കും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ? നബി നമസ്കരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്നല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? എന്താ സംശയം? അങ്ങനെ തന്നെയാണ് റസൂൽ പഠിപ്പിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളിൽ തന്നെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും ഉണ്ടായിട്ടുണ്ട്. നബിയുടെ ചര്യ പിൻപറ്റുന്നതിൽ, ഹദീസിനെ വ്യാഖ്യാനിക്കുന്നതിൽ, ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസം വരും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഔ ലാമസ്തുമുൻ നിസാഅ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ എന്നൊരർത്ഥമുണ്ട് അതിന്. അതിന്റെ മറ്റൊരർത്ഥമാണ് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ. ഈ അർത്ഥം പറയുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ ഉണ്ടാകും. വീക്ഷണ വ്യത്യാസങ്ങളിൽ നിന്ന് വ്യത്യസ്ത കക്ഷികൾ ഉണ്ടാകും. ഈ കക്ഷികൾ പരസ്പരം എന്ത് നിലപാടെടുക്കണം എന്നതാണ് വിഷയം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നത. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്ന, നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അഹ്സാബ് യുദ്ധത്തിന്റെ ദിവസം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല നബിയു യൗമൽ അഹ്സാബ് ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള, നിങ്ങൾ ബനൂ ഖുറൈള ഗോത്രത്തിന്റെ അടുത്തെത്തിയിട്ട് അസ്ർ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു സംഘക്കാർക്ക് റസൂൽ പറഞ്ഞു, അവിടെ ബനൂ ഖുറൈള ഗോത്രക്കാരുടെ ആ പ്രദേശത്ത് എത്തിയിട്ടേ നിങ്ങൾ അസ്ർ നമസ്കരിക്കാവൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വഴിയിൽ വെച്ച് അസറിന്റെ സമയമായി. കുറച്ചാളുകൾ അവിടുന്ന് അസ്ർ നമസ്കരിച്ചു. കുറച്ചാളുകൾ ബനൂ ഖുറൈളയിൽ എത്തുന്നവരെ അസ്ർ നമസ്കരിച്ചില്ല. അവർ രണ്ടായി അല്ലേ, അസ്ർ നമസ്കരിച്ചവരും അസ്ർ നമസ്കരിക്കാത്തവരും. അപ്പൊ നമസ്കരിച്ച ആളുകൾ പറഞ്ഞു, നമസ്കരിക്കാത്ത ആളുകൾ പറഞ്ഞു, റസൂൽ പറഞ്ഞിട്ടുണ്ട് ബനൂ ഖുറൈളയിൽ എത്തുന്നവരെ അസ്ർ നമസ്കരിക്കരുത്, അവിടെ വെച്ച് നമസ്കരിക്കാവൂ. അവർ ആ ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥത്തെ വാഹിറിനെ എടുത്തു, അത് സ്വീകരിച്ചു, അതിന്റെ അക്ഷരങ്ങളെ വായിച്ചു അവർ. മറ്റൊരു വിഭാഗം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് അസ്ർ നമസ്കരിക്കണം എന്ന് പറഞ്ഞത് അസ്റിന്റെ സമയമാകുമ്പോഴേക്കും അവിടെ എത്തണമെന്ന് ഉദ്ദേശിച്ചിട്ട് അത്ര വേഗത്തിൽ പോകണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അസറിന്റെ സമയമായാൽ പിന്നെയും അസർ ബന്ധിക്കണമെന്നല്ല. അതുകൊണ്ട് നമ്മൾ എത്ര വേഗത്തിൽ പോയിട്ട് അവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുന്ന് അസർ നമസ്കരിച്ചിട്ട് പോയാൽ മതി. വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടു കൂട്ടർ ഇങ്ങനെയാണ് അസർ നമസ്കരിച്ചത്. നബി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചില്ല, രണ്ടും അംഗീകരിച്ചു. ഇത് ഒരു പ്രവാചകന്റെ ഒരു ഹദീസിനെ വ്യാഖ്യാനിക്കുന്നതിൽ സ്വഹാബിമാർക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും അംഗീകരിച്ചു കൊടുത്തു. തയമ്മുമിന്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. സ്വഹാബിമാരുടെ കാലത്തേക്ക് വരുമ്പോ ഈ അഭിപ്രായ ഭിന്നതകളിൽ ധാരാളം ഭിന്നതകൾ നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. കാരണം തീർപ്പ് കൽപ്പിക്കാൻ ഒരു പ്രവാചകനില്ല. ഒരു ഉദാഹരണത്തിന്, കളഞ്ഞു കിട്ടിയ സാധനം, വീട് കിട്ടിയ സാധനം, അതെന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതിന്റെ അടയാളം പ്രഖ്യാപിക്കുക, എന്നെയിലെ സ്വഭാവത്തിലുള്ളതാണ് എന്ന് പറയുക, 1 വർഷം വരെ അത് സൂക്ഷിച്ചു വെക്കുക, അതിന്റെ ഉടമ വന്നാൽ അത് കൊടുക്കുക. ഇതാണ് അതിന്റെ പൊതുതത്വം. അപ്പൊ ഒരു ഒട്ടകം വഴിതെറ്റി വന്നാലോ? വീട് കിട്ടിയ സാധനം സൂക്ഷിച്ചു വെക്കണം. ഒട്ടകമാണ് വഴിതെറ്റി വരുന്നെങ്കിലോ? റസൂൽ പറഞ്ഞു, അത് വിട്ടേക്ക്, അതിനെ വിട്ടേക്ക്, അത് അതിന്റെ യജമാനന്റെ അടുത്തെത്തും. ഉടമയെ കാണുന്നത് വരെ അത് നടന്ന് അവിടെ എത്തും. അതുകൊണ്ട് നിങ്ങൾ അതിനെ പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ടതില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒട്ടകത്തെ വഴിതെറ്റി വരുന്ന ഒട്ടകങ്ങളൊക്കെ അങ്ങനെ തന്നെ വിടല. അത് കുറെ അലഞ്ഞു നടന്ന് അതിന്റെ യജമാനന്റെ അടുത്ത്, അതിന്റെ ഉടമയുടെ അടുത്തേക്ക് എത്തും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ്. അദ്ദേഹം
പറഞ്ഞു, അങ്ങനെ വഴിതെറ്റി വരുന്ന ഒട്ടകം പിടിച്ചു കെട്ടിയിട്ട് വിൽക്കണം. ഇനി ഉടമസ്ഥൻ അന്വേഷിച്ച് വരികയാണ്, അപ്പൊ അതിന്റെ വില കൊടുത്താൽ ചിലപ്പോ പറഞ്ഞതിനെതിരല്ലേ പ്രത്യക്ഷത്തിൽ. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ സാമൂഹിക സാഹചര്യം മാറി, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറി, അത് വളർന്നു. അപ്പോഴത്തെ ഒരു നിയമം വെച്ചിട്ടാണ്, അവസരം വെച്ചിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നിയമം പാസ്സാക്കുന്നത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മരണശേഷം അദ്ദേഹം പറഞ്ഞു, ഒട്ടകം അങ്ങനെ വഴിതെറ്റി വരുന്ന ഒട്ടകത്തെ പിടിച്ചു കെട്ടണം, അതിനെ സംരക്ഷിക്കണം, ബൈത്തുൽ മാലിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് ആ സംരക്ഷിക്കാനുള്ള പണം അത് ഉപയോഗിക്കണം, ഉടമ വന്നാൽ തിരിച്ചു കൊടുക്കണം. ഉടമക്ക് ഒട്ടകമാണ് വേണ്ടത്, അതിനെ വിറ്റിട്ട് വില കൊടുത്തിട്ട് കാര്യമില്ല, ശരിയല്ല. അത് അലി റളിയല്ലാഹുവിന്റെ സാഹചര്യത്തിൽ അങ്ങനെയാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത്. പണമല്ല, ഉടമക്ക് ഒട്ടകമാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജുമുഅക്ക് ഒരു ബാങ്കേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല പള്ളികളിൽ നിന്ന് 2 ബാങ്ക് കൊടുക്കുന്നതാണ്. ഇതെവിടുന്ന വന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതാ 2 ബാങ്ക് കൊടുക്കൽ. സ്വഹാബിമാരാരെങ്കിലും അതിനെ എതിർക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുബ്തദിയാണെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനിൽ നിന്ന് പുറത്താക്കിയ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. സ്വർഗം ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത ലഭിച്ചിട്ടുള്ള ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ജുമുഅക്ക് വെള്ളിയാഴ്ച 2 ബാങ്ക് കൊടുക്കലാണ് തുടങ്ങിയത്. ബാക്കി സ്വഹാബിമാരൊക്കെ അതിനെ അംഗീകരിച്ചു. എന്നാൽ ഇത് ആദ്യ ഖലീഫമാര് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വിധത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി. എന്തിനാ ഉണ്ടാക്കിയത്? അത് ഒരു മതപരമായ ഫിഖ്ഹി വിഷയത്തിനപ്പുറം ഒരു സാമൂഹിക ആവശ്യമായിരുന്നു അന്ന്. ഇന്നത് വേണം വേണ്ടേ, അത് വേറൊരു വിഷയമാണ്. അതൊരു സാമൂഹിക ആവശ്യമായിരുന്നു. ആ സാമൂഹിക ആവശ്യത്തെ അന്നത്തെ സാഹചര്യത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ഈ അഭിപ്രായ ഭിന്നതകൾ പിൽക്കാലത്ത് എല്ലാ മദ്ഹബുകൾക്കും, സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നതകൾ പിന്നീട് മദ്ഹബുകൾ വന്ന് വ്യാഖ്യാനിച്ചതോടെ പെരുകി വന്നു. 4 മദ്ഹബുകളിൽ കാണാം, സലഫി മദ്ഹബിൽ കാണാം, ജാഫരി മദ്ഹബിൽ കാണാം, ഒക്കെ കാണാം. മുമ്പ് ഇല്ലാത്ത ചിലത് പിന്നെ ഉണ്ടായി വരുന്ന രീതികൾ ഇപ്പോ നമ്മളിപ്പോ കാണുന്നുണ്ട്. സമീപകാലത്ത് 1-2 വർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തഹയ്യാത്തിൽ വിരലിങ്ങനെ ചൂണ്ടിയാൽ പിന്നെ അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും ചില ആളുകൾ. എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിങ്ങനെ. അതുപോലെ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് ഒരു സുന്നത്ത് കാണാം. എനിക്കറിയില്ല അതിന്റെ വിധി എന്താണെന്ന്. പക്ഷെ കുറെ മുമ്പ് നമ്മളത് കണ്ടിട്ടില്ല. അപ്പൊ പുതിയ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഇത് എവിടെയായിരുന്നു? ഇത്രയും കാലം എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പൊ ഈ അഭിപ്രായ ഭിന്നതകൾ, പുതിയ പുതിയ ഗവേഷണങ്ങൾ, ഇത് കൂടി വരികയാണ്. 4 ഇമാമുമാരുടെ കാലം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പുതിയ ഗവേഷണങ്ങൾ, പുതിയ വ്യാഖ്യാനങ്ങൾ, പുതിയ വിഷയങ്ങൾ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊക്കെ തീവ്രമായ നിലപാടുകൾ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അഭിപ്രായ ഭിന്നതകൾ നമ്മൾ ഇത്ര കൂടി പറയുന്നുള്ളൂ. ഈ അഭിപ്രായ ഭിന്നതകളിൽ മിക്കവാറും പരസ്പര സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യണം. ഔഫുല്ലഹിയ വഖസ്സുശാരി, മീശ കത്തിരിക്കണം, താടി വളർത്തണം. ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട്. കണ്ടമാനം ചർച്ച. ചില ആളുകൾ പറഞ്ഞു താടി വളർത്തണം, റസൂൽ പറഞ്ഞു പിന്നെ താടി പഠിക്കൽ ഹറാമാണ്. താടി പഠിക്കൽ ഹറാമാണെന്ന് പറഞ്ഞ ആളുകൾ. ചില ആളുകൾ പറഞ്ഞു താടിയൊക്കെ ഒന്ന് വെട്ടി ശരിപ്പെടുത്തി ഒരു കോലത്തെ കൊണ്ട് നടക്കാം. അത് പ്രവാചകന്റെ ഹദീസിന് ചേർന്നതാണ്. താടി തീരെ പഠിക്കാൻ പാടില്ല എന്ന്. ചില ആളുകൾ പറഞ്ഞു താടി മുളക്കാൻ തുടങ്ങിയാൽ, താടി രോഗം മുളക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിൽ കത്രിക തൊടാൻ പാടില്ല. അത് എത്ര അങ്ങോട്ട് പോകുന്ന അത്രയും അങ്ങോട്ട് നീളണം. കുറച്ച് മുമ്പ്, 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ കോഴിക്കോട്ട് വെച്ചിട്ട് ഒരു +2 വിദ്യാർത്ഥിയാണ്. അപ്പൊ അവനുണ്ടാകുന്ന 4 രോഗം അങ്ങനെ വളർത്തി. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്താ, അത് താടി വളർത്തണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് താടി ആയിട്ട് പോലെ വളർത്തൽ, താടി ആയിട്ടില്ലല്ലോ. അപ്പൊ ഇത് രോഗം മുളച്ചാൽ പിന്നെ കത്രിക തൊടാൻ പാടില്ല, ബ്ലേഡ് തൊടാൻ പാടില്ല. അതെന്തോ വലിയ വിശുദ്ധം ചെയ്യുന്ന പോലെ.
കരുതുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനവർ പറയുന്ന ന്യായം താടി പഠിക്കാൻ പാടില്ല, അത് ഹറാമാണ്. കാരണം പ്രവാചകന്റെ കൽപ്പനയുണ്ട്. ഔഫില്ലഹി, അത് അമ്രാൻ കൽപ്പന. അഖീമുസ്സലാത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കണം, നമസ്കാരം നിലനിർത്തണം, അത് അമ്രാൻ കൽപ്പനയാണ്. അപ്പൊ കൽപ്പന നിർബന്ധത്തെ കുറിക്കുന്നില്ലേ? ഇതാണ് ന്യായം. ഇസ്ലാമിലെ എല്ലാ കൽപ്പനകളും നിർബന്ധത്തെ കുറിക്കുന്നില്ല, ചിലത് അനുവാദത്തെ കുറിക്കുന്നുണ്ട്. ഹജ്ജിനെ കുറിച്ച് എന്റെ ഓർമ്മയിൽ സൂറത്തുൽ ബഖറയിൽ ഹജ്ജ് കഴിഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് മോചിതരായാൽ നിങ്ങൾക്ക് വേട്ടയാടാമെന്ന് പറയും. വൈദാ ഹലൽതും ഫസ്താദു, വൈദാ ഹലൽതും ഫസ്താദു, നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് മോചിതരായാൽ വേട്ടയാടി. ഇപ്പൊ ഹജ്ജ് നടക്കുന്ന സമയത്ത് ഇഹ്റാമിലായിരിക്കെ വേട്ടയാടാൻ പാടില്ല. അപ്പൊ വൈദാ ഹലൽതും ഫസ്താദു എന്നത് കൽപ്പനയാണ്. നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് മോചിതരായാൽ വേട്ടയാടിക്കൊള്ളുക. വേട്ടയാടുക കൽപ്പനയാണ്. ഇവിടെ ഹജ്ജ് ചെയ്ത എത്ര ആളുകളുണ്ട്? നിങ്ങളൊക്കെ ഇഹ്റാം കഴിഞ്ഞിട്ട് വേട്ടയാടാൻ പോയിരുന്നു. അപ്പൊ ഖുർആൻ ഈ കൽപ്പനാ പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? അതുവരെ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അനുവദിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാ അപ്പുറം എല്ലാ കൽപ്പനയും നിർബന്ധത്തെ കുറിക്കുന്നില്ല. ചിലത് നിർബന്ധമാണ്, അത് ചെയ്യാതിരുന്നാൽ നമ്മൾ പാപികളായി തീരും. ചിലത് ചെയ്യാതിരുന്നാൽ ദീനുൽ ഇസ്ലാമെന്ന് പുറത്തു പോകും. ചിലത് ചെയ്യാതിരുന്നാൽ അതിന്റെ സുന്നത്തിന്റെ കൂലിയെ നഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് പാപോ തെറ്റോ ഒന്നും ഉണ്ടാവില്ല. അതിൽപ്പെട്ട ഒന്നാണ് താടി വളർത്തൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു ഹദീസിനെ, ഒരു ഖുർആൻ വാക്യത്തെ, അതിനൊരു പ്രയോഗത്തെ വ്യാഖ്യാനിക്കുന്നതിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ഈ അഭിപ്രായ ഭിന്നതകളിൽ തീവ്ര നിലപാടെടുക്കുക. ഞാൻ പറയുന്നത് മാത്രം ശരി, മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല, അത് തെറ്റാണ്, അവരെ തള്ളി പറയേണ്ടതാണ്, അവരെ പുറത്താക്കേണ്ടതാണ്. ഈ നിലപാടിലേക്ക് പോകാൻ പാടില്ല. കാരണം അഭിപ്രായ ഭിന്നതകൾ വരുന്നത് ഇത്തരം വ്യാഖ്യാന ഭേദങ്ങളിൽ നിന്നാണ്. ഒരു ഉദാഹരണത്തിന് എങ്ങനെ അഭിപ്രായ ഭിന്നതകൾ വരുന്നത്? അതിലൊന്ന് വ്യാഖ്യാനങ്ങളിലുള്ള വ്യത്യാസമാണ്. ഉദാഹരണം, വുദു ചെയ്തതിന് ശേഷം കൈ തുടക്കാൻ പാടും. നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവും, വുദു ചെയ്താൽ മുഖത്ത് വെള്ളം ഉണ്ടാവും. ഇത് ടവലോ മറ്റോ ഉപയോഗിച്ചിട്ട് തുടക്കാൻ പാടും. രണ്ടഭിപ്രായമുണ്ട്, ഭിന്ന വിരുദ്ധമായ രണ്ടഭിപ്രായം. ഒരു കൂട്ടർ പറയുന്നു തുടക്കണം, അത് സുന്നത്താണ്. വുദു ചെയ്താൽ കൈ തുടക്കുക, മുഖം തുടക്കുക എന്നത് സുന്നത്താണ്, കാരണം നബി അങ്ങനെ ചെയ്തിരുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു തുടക്കൽ സുന്നത്തില്ല, കാരണം നബി ചെയ്തിട്ടില്ല. രണ്ട് കൂട്ടർക്കും തെളിവ് ഒരു ഹദീസാണ്. എന്താ വിഷയം? ഒരു ദിവസം വുദു എടുത്ത് വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയോ മകളോ മറ്റൊരു ടവലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിയില്ല. ഇതാണ് ഹദീസ്. ഇതിൽ നിന്ന് രണ്ട് നിലപാടും ഉണ്ടാകുന്നത്. ഒരു കൂട്ടർ പറഞ്ഞു, കണ്ടോ നബി വാങ്ങിയിട്ടില്ല, നബി തുടച്ചിട്ടില്ല, അപ്പോൾ വുദു ചെയ്ത് വന്നാൽ വെള്ളം തുടച്ചു കളയൽ സുന്നത്തല്ല, ശരിയല്ല, നബി തുടച്ചിട്ടില്ല. മറ്റൊരു കൂട്ടർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ടാ ഭാര്യക്ക് ടവൽ എടുത്തു കൊടുത്ത്? നബി എല്ലാ ദിവസവും തുടക്കാറുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ കുറച്ച് താമസിച്ചു പോയിട്ടുണ്ടാകും, അതുകൊണ്ട് വേഗം പോയതായിരിക്കും. ഒരു വ്യാഖ്യാനമാണ്. ഇനി ഇത് തുടക്കാതിരുന്നു, ദീനുൽ ഇസ്ലാം എന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിക്കും, ആളുടെ ഈമാനിനോ തഖ്വക്കോ എന്തെങ്കിലും സംഭവിക്കും. അഭിപ്രായ ഭിന്നതകൾ കടന്നു വരുന്ന വ്യാഖ്യാന ഭേദങ്ങളുടെ വഴിയാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. കബറിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഒരാൾ കരഞ്ഞാൽ കബറിലുള്ള ആൾ ശിക്ഷിക്കപ്പെടുകയില്ല. എന്റെ ഉപ്പ മരിച്ചു കിടക്കുന്നു, കബറടക്കി, ഞാൻ ആ കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം കരഞ്ഞു പോയി. കബറിലുള്ള ആൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഒരു വിഭാഗം പറയുന്നു ശിക്ഷിക്കപ്പെടും. ഞാൻ കബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞാൽ കബറിൽ കിടക്കുന്ന ആൾക്ക് ശിക്ഷ കിട്ടും. വേറെ വിഭാഗം പറയുന്നത് ശിക്ഷിക്കപ്പെടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞാൽ കബറിലുള്ള ആൾക്ക് ശിക്ഷ കിട്ടും. എന്താ തെളിവ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോ ഒരു കബറിന്റെ അടുത്ത് നിന്നിട്ട് ഒരു ജൂത സ്ത്രീയോ മറ്റോ കരയുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് അവരുടെ അവസ്ഥ? അയാൾ ഇവിടെ നിന്നിട്ട് കരയുന്നത്, അതിലെല്ലാം ആൾ ശിക്ഷിക്കപ്പെടും. ഇബ്നു ഉമർ പറഞ്ഞു, കണ്ടോ ഇയാൾ കരഞ്ഞത് കൊണ്ടാണ് ശിക്ഷ കിട്ടുന്നത് എന്നാ റസൂൽ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഹദീസിനെ വിശദീകരിച്ചു.
ഇബ്നു ഉമർ പറഞ്ഞത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ കബറിലുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്ന ആള്, പിന്നെ ഈ സ്ത്രീ ഇവിടെ ഇരുന്നിട്ട് വെറുതെ കരയാണ്. കരച്ചിലും ശിക്ഷയും തമ്മിൽ ബന്ധമില്ല. ശിക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയാണല്ലോ ഇയാൾ കരയുന്നത് എന്ന് റസൂൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആയിഷ ബീവിയുടെ വ്യാഖ്യാനമാണ് ഞാൻ സ്വീകരിക്കുന്ന, പലരും സ്വീകരിക്കുന്ന മുൻഗണന നൽകപ്പെട്ടിട്ടുള്ള അഭിപ്രായം. പക്ഷെ മറ്റത് പറയുന്നതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ഹദീസിനെ മനസ്സിലാക്കിയത്, പ്രവാചകൻ പറഞ്ഞത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പൊ വ്യാഖ്യാന ഭേദങ്ങൾ. രണ്ടാമത്, ഹദീസ് പരിജ്ഞാനത്തിലെ, ഹദീസ് മനസ്സിലാക്കുന്നതിലെ കുറവുണ്ടാകും. ഹദീസ് പരിജ്ഞാനം, ഹദീസ് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാ സഹാബിമാരും പ്രവാചകൻ പറയുന്നത് എല്ലാ സഹാബിമാരും കേട്ടിട്ടുണ്ടാകില്ല. അപ്പൊ കേൾക്കാത്ത ഒരു സഹാബിയുടെ അടുത്തൊരു വിഷയം വന്നാലോ അയാൾ എന്താ ചെയ്യാം? മദ്ഹബിന്റെ ഇമാമുമാരിൽ എല്ലാവർക്കും എല്ലാ ഹദീസും വേണ്ടിയിട്ടുണ്ടാകില്ല. അതിനനുസരിച്ച് അവർ നിലപാടെടുക്കുക. ഒരു ഉദാഹരണത്തിന്, വിവാഹം നിക്കാഹ് കഴിഞ്ഞു, സ്ത്രീ പുരുഷൻ വധുവരന്മാർ തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞു, വരൻ മഹർ കൊടുത്തിട്ടില്ല, വധുവിന് ശാരീരിക ബന്ധം നടന്നിട്ടില്ല, അതിനു മുമ്പേ വരൻ മരണപ്പെട്ടു. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാവും സാധ്യതയുള്ളൂ. എന്ത് ചെയ്യണം? ശാരീരിക ബന്ധവും ഇല്ല, മഹറും ഇല്ല, അതിനു മുമ്പേ വരൻ മരണപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യണം? വിഷയം വന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. അദ്ദേഹത്തിന് വിഷയത്തിന്റെ ഫത്വ നൽകാൻ അറിയില്ല, എന്താ തീരുമാനം അറിയില്ല. കുറച്ചു സമയത്തെ കാത്തിരുന്നു. പിന്നെ അദ്ദേഹം സ്വന്തമായ ഒരു ഇജ്തിഹാദ് നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവളുടെ തരക്കാർക്ക് നാട്ടിൽ എന്ത് മഹറാണോ കിട്ടുക, ആ മഹർ അവൾക്ക് കൊടുക്കേണ്ടതാണ്. മഹർ കൃത്യമായി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെ അവൾക്ക് അനന്തരസ്വത്തിന്, മരിച്ച ആളുടെ അനന്തരസ്വത്തിനും ആൾക്ക് അവകാശമുണ്ട്. ഈ ഫത്വ, ഈ വിധി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചപ്പോ മഅ്ഖൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ഇങ്ങനെ വിധിച്ചത് റസൂലുള്ളാഹി ഇങ്ങനെ വിധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് സംഭവം ഓർമ്മ വന്നത്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളുടെ ചില സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ വ്യത്യാസം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലത് ചെയ്തിട്ടുണ്ടാകും, അത് ഇബാദത്താണോ അല്ലേ, അത് ദീനിലെ ഒരു ആരാധനയാണോ, അതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ചെയ്തതാണ്. ഉദാഹരണത്തിന് തലമറക്കുക. തലമറക്കുന്നത് സുന്നത്താണോ അല്ലേ, ഒരു ചർച്ചയാണ്, നമുക്കൊക്കെ അറിയാം ചർച്ചയിൽ. അപ്പൊ സുന്നത്താണെന്ന് പറയുന്നവരുടെ ന്യായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറച്ചിരുന്നു. അപ്പൊ ആളുകൾ തിരിച്ചു ചോദിക്കും, എന്താ അബൂജഹൽ തലമറച്ചിരുന്നു? അത് അറബികളുടെ ഒരു ആദത്താണ്, അവിടുത്തെ ഒരു സമ്പ്രദായമാണ്. ഈ ചർച്ച ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, എന്നാൽ ഞാൻ തലമറക്കുകയാണ്, ഞാൻ പിന്തുടരുന്നത് റസൂലുള്ളാഹിന്റെ ആദത്താണ്. അയാളെ കുറ്റം പറയാൻ പറ്റും? അയാൾ തല മറക്കുന്നതിലല്ല തെറ്റ്. തല മറക്കാതെ ഒരാൾ നടന്നാൽ അയാൾ മോശക്കാരനായി കാണുന്നിടത്താണ് പ്രശ്നം. അതാണ് അതിവാദം, തീവ്രവാദം. എനിക്കത് പിന്തുടരാം, അത് സുന്നത്താണെന്ന് എനിക്ക് വിശ്വസിക്കാം. പക്ഷേ ആ സുന്നത്ത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല, അത് പാടില്ല. അതൊരു തരം തീവ്രവാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതുണ്ട്. ഉദാഹരണത്തിന് ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹൽ താഴ്വരയിൽ കുറച്ച് സമയം വിശ്രമിക്കാനിരുന്നു. അബൂജഹൽ താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് സമയം വിശ്രമിക്കാനിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ പറഞ്ഞു, ഹജ്ജിൽ അബൂജഹൽ താഴ്വരയിൽ കുറച്ച് സമയം വിശ്രമിക്കുക എന്നത് പ്രവാചകന്റെ സുന്നത്താണ്, അത് ഹജ്ജിലെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. ശരിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ടുണ്ട്, അപ്പൊ പ്രവാചകന്റെ സുന്നത്താണ്. ആയിഷ ബീവിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ച ഒരു സുന്നത്തല്ല അത് പ്രവാചകനാണ് എത്തിയപ്പോൾ ക്ഷീണുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രവാചകൻ അവിടെ ഇരുന്നതാണ്. അത് യാദൃച്ഛികമായ ഒരു സംഭവമാണ്. അത് ആയിഷ ബീവിയുടെയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെയും വിശദീകരണമാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരിൽ, കർമ്മശാസ്ത്രകാരന്മാരിൽ ഒരുപാട് പേര് ഈ വിശദീകരണമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ ഒരു പ്രവർത്തനത്തിന്റെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ വ്യത്യാസം വരും. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഹദീസുകളെ കുറിച്ചുള്ള, ഹദീസുകളുടെ കാര്യത്തിലുള്ള ഓർമ്മ സംഭവിക്കാം. പ്രവാചകന്റെ ഉംറയെ കുറിച്ചുള്ള അങ്ങനെ ചില നിവേദനങ്ങളുണ്ട്. അതുപോലെ പ്രവാചകന്റെ ചില പ്രവർത്തനങ്ങളുടെ കാരണം അത് കണ്ടെത്തുന്നതിനുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം.
ഇവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയൊരു കാര്യമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഇത് വേർതിരിച്ച് പഠിക്കേണ്ടതാണ്. അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ആചാര സമ്പ്രദായങ്ങളും ഉണ്ടാകും. അത് അറേബ്യയിലുള്ള ആചാര സമ്പ്രദായങ്ങളെല്ലാം എല്ലാ നാട്ടിലേക്കും പറിച്ചു നട്ടിട്ട് അത് പ്രവാചകന്റെ സുന്നത്തായി അവതരിപ്പിക്കുന്നതിന് അർത്ഥമില്ല. ഈ മഅറൂഫ് എന്ന പ്രയോഗത്തിന് പോലും അങ്ങനെ ഒരു വിശദീകരണമാണ്. മഅറൂഫിൽ മഅറൂഫി വൻഹാനിൽ മുൻകർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ മഅറൂഫ്? മഅറൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിന് പറയാം നന്മ എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. വേറൊരർത്ഥം അറിയപ്പെടുന്നത് എന്നാണ്. മജ്ഹൂൽ മഅറൂഫ്, അതിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് എന്നാണ്. കർത്തരി പ്രയോഗം എന്ന് അറബി ഭാഷാ നിയമം അനുസരിച്ച് അതിന് പറയാം. പിന്നെ അതിനൊരർത്ഥമുണ്ട്, ഒരു വിശദീകരണം. നാട്ടിൽ പൊതുവെ അറിയപ്പെട്ട സമ്പ്രദായം ഉറപ്പ് എന്നാണ്. നാട്ടിന്റെ ഒരു സമ്പ്രദായം, ഒരു രീതി, അത് മഅറൂഫിൽപ്പെടും എന്ന് പറഞ്ഞാൽ നാട്ടിൽ സർവാംഗീകൃതമായ എല്ലാവരും നല്ലത് എന്ന് കരുതുന്ന ഒരു ആചാര സമ്പ്രദായമാണ്. ആ ആചാര സമ്പ്രദായങ്ങളെല്ലാം നിഷേധിക്കപ്പെടേണ്ടതല്ല, തള്ളപ്പെടേണ്ടതല്ല. അത് ദീനിന്റെ അടിസ്ഥാനങ്ങളോട്, ദീനിന്റെ അധ്യാപനങ്ങളോട് എതിരാകുന്നുവെങ്കിൽ അത് തള്ളപ്പെടേണ്ടതുള്ളൂ. ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളോട് എതിരാകാത്ത നമ്മുടെ നാട്ടിലെ ഒരു രീതി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് പണ്ഡിതന്മാർ ചോദിക്കുന്നത് ഈ ഉറപ്പിന്റെ വിശദീകരണം വെച്ചുകൊണ്ടാണ്. അറേബ്യയിലില്ലാത്ത പലതും കേരളത്തിലില്ല. അതിൽ ദീനീ വിരുദ്ധമല്ലാത്തതിനെ സ്വീകരിക്കാം, ഉൾക്കൊള്ളാം, അത് നമുക്ക് നടപ്പിലാക്കാം എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ വിശദീകരണം വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് അത് നാടിന്റെ ആചാര സമ്പ്രദായമാണ്. അങ്ങനെ സ്വീകരിക്കണം എന്നല്ല, അത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, വിശദീകരണമാണ്. അതുപോലെ തന്നെ കാലത്തിന്റെ വ്യത്യാസം അനുസരിച്ച് വിധികളിൽ വ്യത്യാസം വരും. പ്രവാചകന്റെ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നതിൽ, ഖുർആനിന്റെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. ഈ വ്യത്യാസങ്ങൾ വരും. യഥാർത്ഥത്തിൽ ആ വ്യത്യാസം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ ഭിന്നധാരകൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും വാദകോലാഹലങ്ങൾക്കും ഇടം നൽകാവുന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുമ്പ് ആരംഭിച്ചതാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ശരീഅത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലുള്ളതാണ്. പ്രവാചകന്റെ കാലം മുതൽ 14 നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇസ്ലാമുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ആ പ്രവാചകന്റെ കാലത്ത് നിന്ന് 14 നൂറ്റാണ്ട് കഴിയുമ്പോൾ ലോകവും കാലം എത്ര മാറുന്നു. ആ മാറ്റത്തിനനുസരിച്ച് ഇസ്ലാമിന് വികാസമുണ്ടാകും. ഈ വികാസത്തെയാണ് തജ്ദീദ് എന്ന് പറയുന്നത്. മാറ്റമില്ലാത്ത ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ മാറുന്ന കാലത്തിനും മാറുന്ന ലോകത്തിനും അനുസരിച്ച് വികസിപ്പിക്കുക. അടിസ്ഥാനങ്ങൾ മാറ്റുകയല്ല, മാറ്റമില്ലാത്ത ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ മാറുന്ന ലോകത്തിനും കാലത്തിനും അനുസരിച്ച് വികസിപ്പിക്കലാണ് തജ്ദീദ് എന്ന് പറയുന്നത്. തജ്ദീദിന്റെ ശരിക്ക് ഒരു ഉദ്ദേശാർത്ഥം മനസ്സിലാക്കാവും ഒരു ഇംഗ്ലീഷ് വേർഡാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. നമ്മൾ അതിന് പറയുക നവീകരിക്കുക, പുതുക്കുക എന്നൊക്കെയാണ്. ശരിക്ക് അപ്ഡേഷൻ എന്ന് പറയുന്നത്. എന്താ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എല്ലാം ഒഴിവാക്കിയിട്ട് പുതിയത് വെക്കൽ മാത്രമല്ല, അതല്ല അപ്ഡേഷൻ. ഉള്ളത് നിലനിർത്തിക്കൊണ്ട് അതിനൊരു പരിഷ്കാരം. ഇപ്പൊ ചില കാലഘട്ടപ്പെട്ടത് മാറ്റി വെച്ചിട്ടുണ്ടാകും, ഇപ്പൊ ഫിറ്റല്ലാത്തത് മാറ്റി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ദീനിന്റെ നിയമങ്ങളിൽ നിരന്തരമായ ഒരു വികാസ പ്രക്രിയയുണ്ട്. ഈ വികാസ പ്രക്രിയ പലപ്പോഴും അക്ഷര വായനയിൽ അധിഷ്ഠിതമായിട്ടുള്ള മതസംഘടനകൾക്ക്, കർമ്മശാസ്ത്ര മതകൾക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്ന് പറയണം, ഇന്ന് പറയുന്നത് തന്നെ നാളെ പറയണം. മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റാത്തതല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ പല വിഷയങ്ങളും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. അതാണല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ഘട്ടം വന്നപ്പോൾ 2 ഭാഗം കൊടുത്തത്. നേരത്തെ ഇല്ലാത്തത് പുതിയതുണ്ടാക്കും, നേരത്തെ ഉണ്ടായിരുന്നത് മാറ്റിവെക്കും. അതിനാൽ അത് ഇസ്ലാമിന്റെ ഒരു പ്രകൃതത്തിൽപ്പെട്ടതാണ്. മുമ്പ് ജൂഹയുടെ പേരിൽ ഒരു കഥ പറയാറുണ്ട്. ഒരാള് രാവിലെ ചന്തയിലേക്ക് പോകുമ്പോൾ ജൂഹ വഴിയരികിലിരിക്കുന്നു. അപ്പൊ ജൂഹയോട് ചോദിച്ചു, എത്രയായി സമയം? 10 മണിയായി. അയാൾ പോയി. വൈകുന്നേരം അയാൾ തിരിച്ചു വരുന്നു. അപ്പോഴും ജൂഹ അവിടെ ഇരിക്കുന്നു. അയാൾ ചോദിച്ചു, എത്രയായി സമയം? 10 മണിയായി. എന്താ ജൂഹ നിങ്ങൾ പറയുന്നത്? രാവിലെ ഞാൻ പോകുമ്പോൾ ചോദിച്ചപ്പോഴും 10 മണി, ഇപ്പൊ വൈകുന്നേരം ഞാൻ തിരിച്ചു വരുമ്പോഴും 10 മണിയായി. ഞാൻ കൂടെ കൂടെ വാക്ക് മാറ്റാറില്ല. ഇങ്ങനെ വാക്ക് മാറ്റാതിരിക്കുന്നതല്ല ഇസ്ലാം. കാലവും സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് സമീപന രീതികളിൽ, വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരും. ഇത് കടുത്ത അഭിപ്രായ ഭിന്നതകൾക്ക് കാരണമാകും, ആക്ഷേപത്തിന് കാരണം. നിങ്ങൾ ഇന്നലെ പറഞ്ഞെന്ന് മാറ്റിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ സക്കാത്തിന്റെ അവകാശികളെ തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എത്ര അവകാശികളുണ്ട്?
8 പേര്, 8 വിഭാഗം. ഇന്നമ സ്വതക്കാത്തിലെ ഫുഖറാഇ വൽ മസാകിൻ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം. അതിലൊരു വിഭാഗമാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. അതിന് 2 വിശദീകരണമുണ്ട്. ഒന്ന്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന പണമൊക്കെ കൊടുത്ത് ഇസ്ലാമിനോട് മനസ്സിണക്കം ഉണ്ടാക്കേണ്ടുന്ന ആളുകൾ. മുഅല്ലഫത്തുൽ ഖുലൂബ് അമുസ്ലിം സഹോദരന്മാർ, ഇതാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. ഇത് സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഅല്ലഫത്തുൽ ഖുലൂബിന് സക്കാത്തില്ല. മുഅല്ലഫത്തുൽ ഖുലൂബിന് സക്കാത്തില്ല എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. എന്താ വിഷയം? ഖുർആനിലെ നസ്സല്ലേ മുഅല്ലഫത്തുൽ ഖുലൂബിന് സക്കാത്ത് എന്നുള്ളത്? അതില്ല എന്ന് പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു ആരാ? അപ്പോ ഖുർആനിലെ ആ വിധിയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുകയല്ല, നസ്ഖ് ചെയ്യുകയല്ല ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമെത്തിയപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമൊക്കെ വളർന്ന് വികസിച്ച് നല്ല ശക്തി നേടി, ആഭ്യന്തരമായ നല്ല കരുത്ത് നേടി. ഇനി അങ്ങനെ ആരെയും പണം കൊടുത്ത് പീഡിപ്പിച്ചു നിർത്തേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇസ്ലാമിക രാഷ്ട്രം അജയ്യമാണ്. അതുകൊണ്ട് ഇപ്പം മുഅല്ലഫത്തുൽ ഖുലൂബിനുള്ള സക്കാത്ത് വിഹിതം ഇപ്പൊ കൊടുക്കണ്ട. അതാണ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത്. അത് ആ സന്ദർഭം അനുസരിച്ചുകൊണ്ട് സക്കാത്തിന്റെ ഒരു വിഹിതത്തിന് ഇപ്പോൾ അർഹരില്ല, അവകാശികളില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരിയുടെ തീരുമാനമാണ്. അതൊരു നയമാണ്. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ആ ശക്തിയും അജീയതയും ഒക്കെ തകർന്ന് ദുർബലമാകുന്ന ഒരു ഘട്ടത്തിൽ പണം കൊടുത്തിട്ട് ചിലപ്പോൾ ഒതുക്കി നിർത്തേണ്ട ആളുകളുണ്ടെങ്കിലും അപ്പൊ അത് വീണ്ടും തിരിച്ചു വരും. ഫുഖറാ മസാക്കീൻ ഇല്ലാത്ത ഒരു കാലം വന്നു. അപ്പൊ എന്താ ചെയ്യാം? ഫുഖറാ മസാക്കീൻ സക്കാത്തിന്റെ 2 അവകാശികളാണ്. ആദ്യത്തെ 2 അവകാശികൾ. അങ്ങനെ ഒരു ആള് നാട്ടിലില്ലാതെ അവസ്ഥ വന്നു. അങ്ങനെ വരണമെന്നാണല്ലോ സക്കാത്ത് കൊടുത്താൽ. ഇതെന്ന് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതല്ല. സക്കാത്ത് ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിന്റെ അവകാശങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരണം. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ബാക്കി വഴികളിലേക്ക് പോകും. സക്കാത്ത് ബാക്കി മാർഗങ്ങളിലേക്ക് പോകും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുഅല്ലഫത്തുൽ ഖുലൂബിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു നയം സ്വീകരിച്ചു. ആ നയം ഖുർആനിന്റെ നസ്റിലെ ഒരു അവകാശികളെ താൽക്കാലികമായി മരവിപ്പിക്കുക എന്നതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ കാണാൻ കഴിയും. ഇപ്പൊ കാലത്ത് മറ്റൊരു ഉദാഹരണമാണ് നമുക്ക് ഇന്നൊക്കെ പ്രശ്നമായി വരുന്ന ഒരു ഫിഖാണ്. സ്ത്രീ മഹ്റമിന്റെ കൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. വിവാഹം കഴിക്കാവുന്ന ആളുകൾ, വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. അതാണ് മഹ്റം, വിവാഹം നിഷിദ്ധമായവർ. അവരുടെ കൂടെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരിമാര് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് വരും. മഹ്റമുണ്ട് അവരുടെ കൂടെ. എവിടെയൊക്കെ പോയിട്ട് എവിടെ നോക്കി യാത്ര ചെയ്തിട്ട് അവർ വരും. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, മഹ്റമിന്റെ കൂടെ മാത്രമേ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാലാകാലം അങ്ങനെയാണ്. ഇപ്പോഴങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ചൈനയിൽ നിന്ന് ഈ അടുത്ത് വന്ന എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഭർത്താവിന് ലീവ് കിട്ടാത്തത് കൊണ്ട് ഭാര്യയെ മക്കളെയും നാട്ടിലയക്കുന്നില്ല. അപ്പൊ അവരോട് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് മഹ്റമില്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉള്ളത്. അയാൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഹദീസിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം അതാണ്. എന്നാൽ അതിൽ കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറ്റം വരാം. അങ്ങനെ മാറ്റം വരുമെന്ന് പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം അംഗീകരിക്കാത്തവരുണ്ടാകും. സ്വാഭാവികമായി 2 അഭിപ്രായം വന്നു. ആ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലഘട്ടം മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. ആ സാഹചര്യം ഏത് നാട്ടിലുണ്ടോ അപ്പോഴത്തെ മഹ്റമിന്റെ കൂടെ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അത് പെണ്ണിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മഹ്റമിന്റെ കൂടെ യാത്ര ചെയ്യാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു തുണയുമില്ലാതെ ഹീറയിൽ നിന്ന് ഒരു പെണ്ണ് മക്കയിൽ വരുന്ന ഒരു കാലമുണ്ടാകും. ഒരു തുണയില്ലാതെ ഒരു സ്ത്രീക്ക് ഹീറ എന്ന നാട്ടിൽ നിന്ന് മക്കയിലേക്ക് വരാൻ കഴിയുന്ന അത്രയും ശാന്തി നിറഞ്ഞ ഒരു കാലം എന്റെ രാഷ്ട്രത്തിലുണ്ടാകും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മഹ്റമിന്റെ കൂടെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് റസൂലാണ് പറഞ്ഞത്. പക്ഷെ ഹീറയിൽ നിന്ന് മക്കയിലേക്ക് ഒരു പെണ്ണിനെ തനിച്ച് യാത്ര ചെയ്യുന്ന കാലം വരും എന്ന് റസൂലാണ് പറഞ്ഞത്. അത്ര ശാന്തിയും സമാധാനവും നാട്ടിലുണ്ടാകും. അപ്പൊ സാഹചര്യം മാറുമ്പോൾ വ്യത്യാസം വരാം. അപ്പൊ
ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത കാലം മാറുകയും അങ്ങനെ പൊതു വാഹന സംവിധാനങ്ങൾ ഉണ്ടാവുകയും അതിൽ സ്ത്രീകൾ മറ്റ് സ്ത്രീകളോടൊപ്പം സുരക്ഷിതമായി യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. അപ്പൊ നമ്മൾക്ക് തോന്നും ഇപ്പോഴും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ടല്ലോ. അത് മറ്റൊരു വിഷയമാണ്, അതൊരു മൊത്തം സാമൂഹിക പ്രശ്നമല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ആ ഫിഖിന്റെ വിധികളിൽ മാറ്റം വരാം. അങ്ങനെ പലതും ഒരുപാട് നിയമങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ സൂചിപ്പിച്ചു വരുന്നത് ഹദീസുകളെ ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നതിൽ വിശദീകരിക്കുന്നതിൽ ഉള്ള അഭിപ്രായ ഭിന്നതകളിൽ നിന്നാണ്, കാഴ്ചപ്പാടുകളുടെ വ്യത്യാസത്തിൽ നിന്നാണ്, മനസ്സിലാക്കുന്നതിൽ നിന്നുള്ള വ്യത്യാസത്തിൽ നിന്നാണ് ഈ അഭിപ്രായ ഭിന്നതകൾ വരുന്നത്. പക്ഷെ ഈ അഭിപ്രായ ഭിന്നതകളോട് പണ്ഡിതന്മാർ, മദ്ഹബിന്റെ ഇമാമുമാർ, സ്വഹാബിമാർ സ്വീകരിച്ച നിലപാട് വളരെ വളരെ വിശാലതയുള്ളതായിരുന്നു. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള മദ്ഹബിന്റെ അനുയായികൾ സ്വീകരിച്ച നിലപാട് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ മതസംഘടനകൾക്കിടയിൽ പലപ്പോഴും കാണുന്ന അശുഭകരമായ, തെറ്റായ, അനാരോഗ്യകരമായ കർക്കശ നിലപാടാണ്. ഒരു ഉദാഹരണത്തിന് ഹംബലി മദ്ഹബ്, ഏറ്റവും തീവ്രമായ നിലപാടുള്ള മദ്ഹബാണ് ഹംബലി മദ്ഹബ്. ആ മദ്ഹബാണ് ഇന്ന് ചില അറബ് നാടുകളിലൊക്കെ സ്വീകരിക്കപ്പെടുന്നത്. ഈ ഹംബലി മദ്ഹബിൽ കുനൂത്തില്ല, സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതാത്ത അഭിപ്രായമുണ്ട്. അവര് ബഗ്ദാദിൽ ഹംബലി മദ്ഹബുകാർക്ക് സ്വാധീനമുള്ള കാലഘട്ടത്തിൽ കുനൂത്ത് ഓതുന്ന ഷാഫി മദ്ഹബുകാർ അവിടെ അടിച്ചോടിച്ചു. കുനൂത്ത് ഓതുന്ന ഒരാൾ അവിടെ ജീവിക്കാൻ പറ്റില്ല. അത് അഹമ്മദ് ബിൻ ഹംബലിന്റെ കുഴപ്പമല്ല, പിന്നീട് വന്ന ആളുകൾ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അവരതിൽ കർക്കശമായ നിലപാടുണ്ട്. അതുപോലെ തന്നെ ഇമാം കർഫി പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, കുല്ലു ആയത്തിന്റെ ഹദീസിന് കുറെ കൂടെ തീവ്ര നിലപാടാണ്. ഞാനോ എന്റെ അനുയായികളോ ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിനെതിരായിട്ട് നിങ്ങൾക്കൊരു ഹദീസോ ഒരു ആയത്തോ കിട്ടിയാൽ ഒന്നുകിൽ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ച് ആയത്തിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ ആ ആയത്തോ ഹദീസോ ദുർബലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. എന്നാലും ഞങ്ങളുടെ അഭിപ്രായം തള്ളാൻ പറ്റില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ള, അങ്ങനെ തീവ്ര നിലപാടെടുത്തിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അവര് മദ്ഹബിന്റെ പക്ഷപാതിത്വത്തിലേക്ക് പോയി. ആ പക്ഷപാതിത്വത്തിന്റെ ഒരംശം മതപരമായ മേഖലകളിൽ, ആത്മീയ മേഖലകളിൽ കടുത്ത സംഘടനാ സങ്കുചിത്വമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അത് മതത്തിന്റെ, ഇസ്ലാമിന്റെ മുൻഗണനാക്രമങ്ങൾ അട്ടിമറിക്കുകയാണ്. അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നുമല്ല ഈ അഭിപ്രായ വ്യത്യാസം. അടിസ്ഥാനങ്ങളല്ലാത്ത, ഉപേക്ഷിച്ചാൽ കുറ്റക്കാരനാവാത്ത, ചെയ്താൽ പുണ്യമുള്ള ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ, ആ സുന്നത്തായ കർമ്മങ്ങളുടെ കാര്യത്തിലാണ് പലപ്പോഴും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും നടക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, ആളുകൾ ചോദിക്കും, ഒക്കെ പ്രവാചകന്റെ സുന്നത്തല്ലേ എന്ന്. പ്രവാചകന്റെ സുന്നത്തുകൾക്ക് എല്ലാം ഒരേ നിലപാടല്ല, ഒരേ നിലവാരമല്ല ഉള്ളത്. ആ സുന്നത്തുകളിൽ വ്യത്യസ്തങ്ങളായ നിലവാരമുള്ളവയുണ്ട്, നിർബന്ധമായി പാലിക്കേണ്ടതുണ്ട്, കുറച്ചുകൂടെ താഴെ നിൽക്കുന്നതുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് നൽകപ്പെട്ടതുണ്ട്. അങ്ങനെ പല തരത്തിലുണ്ട്. ഇസ്ലാമിന്റെ ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്, ഫിഖിന്റെ ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പർവ്വത സമാനം ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ പിന്നിൽ വാദപ്രതിവാദം നടത്തി അനാരോഗ്യകരമായ സമീപന രീതികൾ സ്വീകരിച്ച് ഇസ്ലാമിന്റെ സൗന്ദര്യം കെടുത്തിക്കളയാൻ പാടില്ല, ഇസ്ലാമിന്റെ വിശാലത കെടുത്തിക്കളയാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദ ദീന യുസ്റുൻ വല യുശാദ്ദ ദീന അലാ അഹദിൻ ഇല്ലാ ലഹു. ദീൻ വളരെ വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. അല്ലാഹുവിന്റെ ദീൻ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിൽ ഒരു ഹറജില്ല. എന്താ ഹറജ് എന്ന് പറഞ്ഞാൽ? ഖുർആനിലുള്ളതാ, സൂറ ഹജ്ജിന്റെ അവസാനത്താണ്. ഹറജ് എന്ന് പറഞ്ഞാൽ വലിയ കാടാണ്, ഇടതൂർന്ന കാട്, ഒരാൾക്ക് അതിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അങ്ങനെയുള്ള കാടിന് ഹറജ് എന്ന് പറയാം. അങ്ങനെ ഒരു കാടല്ല ഇസ്ലാം. ആളുകൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള, അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള അങ്ങനെ ഒന്നല്ല ഇസ്ലാം. ദീൻ യുസ്റുൻ, ദീൻ വളരെ ലളിതമാണ്, ദീൻ വളരെ എളുപ്പമുള്ളതാണ്. ഖുർആൻ ഓതിയിട്ട് ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് ആളുകളെ പ്രയാസപ്പെടുത്തിയ മുആദ് ഇബ്നു ജബലാണോ ഇബ്നു മസ്ഊദാണോ എനിക്ക് ഓർമ്മയില്ല. ഒരു സ്വഹാബി വരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിച്ചു, നീ എന്തിനാണ് ഇത്ര നേരം ഖുർആൻ ഓതുന്നത്? ആ ഭക്താവിന്റെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി നീ എന്ത് ഫിത്ന ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു. ആളുകളെ പ്രയാസപ്പെടുന്ന രീതിയിൽ നമസ്കാരത്തിൽ അധിക നേരം ഖുർആൻ ഓതാൻ പോലും പാടില്ല എന്ന് വെച്ചിട്ട് തറാവീഹിന്റെ റക്അത്ത് കുറക്കണം എന്ന് പറയണ്ട. തറാവീഹിന്റെ ഖുർആൻ ഓതുന്ന പറഞ്ഞാൽ അത് ദീർഘനേരം ഓതുക എന്നുള്ളതാണ്. എന്നാൽ പോലും അതിലും പിന്നെ നിൽക്കുന്ന ആളുകളെ പരിഗണിക്കണം, അതിൽ പോലും ഒരു സന്തുലിത നിലപാടെടുക്കണം. എന്റെ ചെറുപ്പകാലത്ത് പള്ളിയിൽ അതിന്റെ ഒരു തർക്കം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കതിൽ ഇടപെടാനുള്ള വിവരം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ പ്രായമുള്ള ഒരാളുണ്ട്, അയാൾ കുറച്ച് സമയം നിന്നു,
പിന്നെ അയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു കുറച്ചൊന്ന് കുറക്കണം എന്ന്. അപ്പൊ ചെറുപ്പക്കാരെ എഴുന്നേറ്റിട്ട് അങ്ങനെ കുറക്കണം അഭിപ്രായമുള്ളവർക്ക് വന്ന് നമസ്കരിക്കേണ്ടെന്ന്. അത് അപ്പൊ എനിക്കതിന് മനസ്സിലായില്ല. പിന്നീടാണ് ആലോചിച്ചപ്പോൾ മനസ്സിലായത് രണ്ടിന്റെയും ഇടയ്ക്കൊരു നിലപാടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ തീരെ കുറക്കാൻ പാടില്ല, എന്നാൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലത അതിൽ കാണിക്കണം എന്ന് വെച്ചിട്ട് ഒട്ടും നിൽക്കാൻ കഴിയാത്ത ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി തറാവീഹിന്റെ ആയത്ത് കുറക്കണം എന്നും പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ ധരിച്ച ഹദീസാണ്. കല്ല് കാട്ടുന്ന റസൂൽ പറഞ്ഞില്ല, ഇത്ര വലുപ്പം മതി. അപ്പൊ തീവ്ര നിലപാടിലേക്ക് ഒരു വിഷയത്തിൽ പോയി ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല, ആളുകളെ ഉള്ള ബുദ്ധിമുട്ട് കുറക്കുക. വളരെ രസകരമായ ഒരു ഹദീസുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. നോമ്പിന്റെ പകല് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള രീതി എന്താ? 2 മാസം നോമ്പെടുക്കണം, അല്ലെങ്കിൽ 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഒരാൾ ചെയ്യുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. നോമ്പിന്റെ പകൽ ഒരാൾ അയാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, റസൂലിനോട് പറഞ്ഞു, റസൂൽ ഇങ്ങനെ സംഭവിച്ചു, എടോ നീ 2 മാസം നോമ്പെടുക്കണം. നബി പറഞ്ഞു, റസൂലിന് 1 മാസം നോമ്പെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത്, ഞാനിങ്ങനെ പിന്നെ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ കഴിയില്ല. എന്നാൽ നീ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. പ്രവാചകനെ എന്റെ കയ്യിൽ അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ മാത്രമുള്ള പൈസ ഒന്നുമില്ല. പ്രവാചകൻ സദസ്സിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഇയാൾക്ക് ദാനം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കണം. ഒരു കുല ഈന്തപ്പഴം. അങ്ങനെ ഒരു സഹാബി വലിയൊരു കുല ഈന്തപ്പഴം കൊണ്ട് പോയിട്ട് കൊടുത്തു. റസൂൽ അയാളോട് പറഞ്ഞു, ഇടോ നീ ഇതെടുത്തിട്ട് എല്ലാവർക്കും പാവങ്ങൾക്ക് വിതരണം ചെയ്യും. റസൂലെ എന്നെക്കാൾ വലിയ പാവങ്ങളായി താല്പര്യമില്ല, നീ അത് കൊണ്ടുപോയി പറഞ്ഞു. 2 മാസം തുടർച്ച നോമ്പെടുക്കാൻ മാത്രം തെറ്റ് ചെയ്തിട്ട് വന്ന ഒരാൾ അവസാനം പോകുന്നത് ഒരു ഈത്തപ്പഴം കൊലയായിട്ടാണ്. ഹദീസുകളിലുള്ളതാ, ഞാൻ വെറുതെ തമാശ പറയില്ല. റബ്ബുൽ ഹർജ് എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു വലിയ പുസ്തകം തന്നെ ഈ വിഷയത്തിലുണ്ട്. ഞാൻ അത് വായിച്ചിട്ട് കുറച്ച് സംഗതികൾ എഴുതണമെന്ന് വിചാരിച്ചോണ്ടിരിക്കാം. അങ്ങനെ ഒരു ദീനുണ്ട് എന്ന് വെച്ചിട്ട് പകൽ അങ്ങനെ ചെയ്തിട്ട് റസൂലുള്ളാഹി ഇതായിട്ട് വിരിച്ചത് എനിക്കും ആ വിധി വേണമെന്ന് ആരും വരണ്ട. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയും ഒരു ദീനുണ്ട് എന്നതാണ്. ദീനിന് അങ്ങനെയും ഒരു വശമുണ്ട്. ഇത് ആളുകളെ പ്രയാസപ്പെടുത്താനുള്ള ഒന്നല്ല. ദീനിന്റെ മുൻഗണനാക്രമം അട്ടിമറിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടാക്കി തർപ്പിച്ച് ഇതാണ് ദീനെന്ന് തോന്നരുത്. ഒരു ദിവസം ജുമാ കഴിഞ്ഞിട്ട് ഖുത്ബ കഴിഞ്ഞ് ഞാൻ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ബിസ്മി ഉറക്കെയാണോ ചെയ്തത്? ഞാൻ പേടിച്ചു. അയാൾ പിന്നെയും അതിങ്ങനെ വിശദീകരിക്കും. അവസാനം ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഈ ചെറിയൊരു ഡയറി പിടിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു മനുഷ്യൻ കുത്തുബ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട, അതിന്റെ വിധികളൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. അയാൾ വലിയ താഴെയുള്ള മനുഷ്യനാണ്, എനിക്കതൊക്കെ അറിയാം. അത് നമ്മൾ തർക്കിച്ചാൽ തീരില്ല. അത് തർക്കം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിരിക്കും. പിന്നെ ഇപ്പൊ പള്ളി ചുമ്മാ കഴിഞ്ഞിട്ട് ഇപ്പോൾ പള്ളിയുടെ വരാന്തയിൽ നിന്നിട്ട് നമ്മൾ തർക്കിച്ചാലൊന്നും തീരുമാനത്തിലെത്താൻ പോകുന്നില്ല. അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, അയാള് കുറെ ദൂരൊരു സ്ഥലത്ത് നിന്ന് വന്നതാണ്, അയാൾക്ക് വേണ്ടി നമ്മൾ പിരിവെടുത്തുകൊണ്ടിരിക്കും. ഒരു പാവപ്പെട്ട ഒരാളാണ്, അയാൾക്ക് വേണ്ടി പള്ളിയിൽ അവിടുത്തെ പിരിവിന്റെ രീതി വെച്ചാൽ ആ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെന്നെ തിരിച്ചിട്ട് അതിന്റെ റെസീപ്റ്റൊക്കെ എഴുതി അയാൾക്ക് കൊടുത്തതിലൊരു രേഖ ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അയാൾ ഇറങ്ങി വന്നിട്ട് ബിസ്മി ഉറക്ക ഓതണോ വേണ്ടേ എന്ന വിഷയത്തിൽ എന്നോട് തർക്കിക്കാൻ തുടങ്ങി. എത്ര കാലമായി നമ്മൾ കേൾക്കും? തറാവീഹിന്റെ റക്അത്തിനാണ് ഇപ്പോഴും നിങ്ങൾക്ക് സംശയം കേൾക്കുന്നുണ്ടോ? തീരുവില്ല. എത്ര കാലമായി തർക്കിക്കണം, തീരുമാനത്തിലെത്താൻ പറ്റുമോ നമുക്ക്? തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം 11 റക്അത്താണോ 20 റക്അത്താണോ എന്ന് തീരുമാനത്തിലെത്താൻ പറ്റുമോ? പറ്റില്ല. കൂടുതൽ പ്രബലമായ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞിട്ട് 11 നമസ്കരിക്കുന്നവരുണ്ട്, അതിനെ തള്ളിക്കളഞ്ഞിട്ട് 20 നമസ്കരിക്കുന്നവരൊക്കെ ഉണ്ട്. അതിന്റെ ഒരു തീരുമാനം പറയാനല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും തീരുമാനത്തിലെത്താൻ കഴിയുന്ന, അവസാന വാക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അതിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്, വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്, ഇതൊന്നും ആളുകളെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന, അകത്താക്കുന്ന വിഷയങ്ങളും അല്ല. എന്നാൽ തീരുമാനത്തിലെത്താൻ കഴിയുന്ന വിഷയങ്ങൾ, നിങ്ങളൊരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു, തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം പോലെയല്ല, അത് നടപ്പിലാക്കാൻ, പൂർത്തീകരിക്കാൻ പറ്റും, ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റും. അത് സക്കാത്തിന്റെ ഭാഗമാണ്. നിങ്ങളൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു, 1-2 മാസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് പൂർത്തീകരിക്കാവുന്ന ഒരു ചർച്ചയാണ്. മാത്രമല്ല, വഖഫിലെ, ഞാൻ ഈ അടുത്ത് വഖഫിനെ കുറിച്ച് പഠിച്ചു. വഖഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് കുടിവെള്ളമാണ്. സാരഥിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചപ്പോ
റസൂലിനോട് ചോദിച്ചു, റസൂലെ ഉമ്മ മരിച്ചു, ഉമ്മക്ക് വേണ്ടി ഞാൻ എന്താ വഖഫ് ചെയ്യുക, ഞാൻ എന്താ ദാനം ചെയ്യുക? റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല ദാനം വെള്ളമാണ്. നീ ഉമ്മാന്റെ പേരിൽ ഒരു കിണർ വഖഫ് ചെയ്തിരുന്നു. അദ്ദേഹം ഒരു കിണർ പിടിച്ചിട്ട് ഉമ്മാന്റെ പേരിൽ വഖഫ് ചെയ്തു. അതിന്റെ പ്രതിഫലം ഉമ്മക്ക് കിട്ടും. അതുകൊണ്ടാണ് നല്ല മക്കൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്നവരാണെന്ന് പറഞ്ഞത്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ തീരുമാനത്തിൽ എത്താൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അഭിപ്രായ ഭിന്നതകൾ തർക്കിച്ചു തീർക്കുന്നതിന് പകരം ഇസ്ലാമിന്റെ സൗന്ദര്യം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. 2, അഭിപ്രായ ഭിന്നതകളെ കുറിച്ച് തർക്കങ്ങളിൽ പരസ്പരമുള്ള ആദരവും മാന്യതയും ഒക്കെ നിലനിർത്തുക. ആക്ഷേപവാക്കുകൾ, തർക്കവിതർക്കങ്ങൾ, ചീത്തപറയലുകൾ, ശാരീരികമായ ആക്രമണങ്ങൾ, കാഫിറാക്കൽ, ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ നമ്മൾ വെടിയുക. പരസ്പരം ആദരിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരിക്കൽ പറഞ്ഞു, 40 വർഷമായി ഞാൻ നമസ്കരിച്ച ഒരു നമസ്കാരം ഇമാം ഷാഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമസ്കരിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാം, ഇമാം ഷാഫിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാത്ത ഒരു നമസ്കാരവും കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ നമസ്കരിച്ചിട്ടില്ല. അഹ്മദ് ബിൻ ഹംബലിന്റെ മകൻ ചോദിച്ചു, ഇതിന് മാത്രം ആരായി ഇമാം ഷാഫി? എന്തൊക്കെ ഭിന്നതകളാണ് രണ്ടുപേരും തമ്മിൽ, 2 മദ്ഹബുകൾ തമ്മിലുള്ളത്? ഇന്നും കേരളത്തിലെ തർക്കങ്ങളുടെ വേര് അവിടെയാണുള്ളത്. ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും തമ്മിൽ. അഹ്മദ് ബിൻ ഹംബലിന്റെ മകൻ ചോദിച്ചു, ഇതിന് മാത്രം ആരാണ് ഇമാം ഷാഫി? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഇമാം ഷാഫി ഭൂമിയുടെ സൂര്യനാണ്, ജനങ്ങൾക്ക് ഐശ്വര്യമാണ്. ഭൂമിയിലെ സൂര്യനാണ് ഇമാം ഷാഫി, ജനങ്ങൾക്ക് ഐശ്വര്യമാണ്. അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട് അഹ്മദ് ബിൻ ഹംബലിന്. പക്ഷേ മഹാനായ ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, ആ ഭിന്നതകളെ മാന്യമായി ചർച്ച ചെയ്യുക, അതിൽ തീവ്ര നിലപാടുകൾ എടുക്കാതിരിക്കുക, പരസ്പരം ആദരിക്കുക, സ്നേഹിക്കുക. നമ്മൾ നേരത്തെ 2-3 സംഭവം പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആയിഷ ബീവി തിരുത്തിയ സംഭവം. ആ തിരുത്തുന്ന സമയത്ത് ആയിഷ ബീവിക്ക് വേണമെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പരിഹസിക്കാം, കളിയാക്കാം. നമ്മൾ LCD പ്രൊജക്ടറിലൊക്കെ കാണുന്നില്ല, എന്തൊക്കെ കാണുന്നുണ്ട്, ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കണം. ആയിഷ ബീവിക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ഇബ്നു ഉമറിനെ ആളുകളുടെ മുമ്പിൽ കളിയാക്കാം. കാരണം ആയിഷ ബീവി കുറച്ചുകൂടെ ബുദ്ധിപരമായ വ്യാഖ്യാനങ്ങളാണ് പല ഹദീസുകൾക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ ആയിഷ ബീവി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചില നിലപാടുകളെ തിരുത്തുന്ന സന്ദർഭത്തിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ, റഹിമല്ലാഹു അബാ അബ്ദുറഹ്മാൻ, ഇബ്നു ഉമറിനോട് അല്ലാഹു കാരുണ്യം കാണിക്കട്ടെ, അദ്ദേഹത്തിന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. ആദ്യത്തെ ഇബ്നു ഉമറിന് വേണ്ടി ഒരു പ്രാർത്ഥന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടു, പക്ഷെ അദ്ദേഹത്തിന് അത് മനഃപ്പാഠമായിട്ടില്ല, മറന്നുപോയതാണ്, അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതല്ലാതെ ഇബ്നു ഉമറിനെ ആക്ഷേപിക്കുകയല്ല, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം തിരുത്തുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണ് തിരുത്തുന്നത്. അപ്പോഴും ആയിഷ ബീവി ഉയർത്തുന്ന ഏറ്റവും ഉയർന്ന നിലപാട് ഇതാണ്. ഈ നിലപാടിലേക്ക് വളരാൻ മുസ്ലിം സമൂഹത്തിന് കഴിയണം, മതസംഘടനകൾക്ക് കഴിയണം, മതപണ്ഡിതന്മാർക്ക്, മത നേതാക്കന്മാർക്ക്, മതപ്രഭാഷകന്മാർക്ക് കഴിയണം. മറ്റുള്ളവരുടെ നന്മകൾ കൂടി അംഗീകരിക്കുക. അത് സാധാരണ ചെറിയ ആളുകൾക്ക് കഴിയില്ല, അത് വലിയ ആളുകൾക്ക് സാധിക്കുന്നതാണ്. ഞാൻ എന്റെ നന്മയെക്കുറിച്ച് പറയും, എനിക്ക് നിങ്ങളുടെ നന്മയെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരവസ്ഥ അപ്പൊ ഞാൻ വലുതാകും. ആ വലിപ്പം ആർജിക്കുവാൻ വ്യക്തികൾ എന്ന നിലക്ക് നമ്മളും സംഘടനകൾ എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിലെ എല്ലാ ആളുകളും പരിശ്രമിക്കണം. സ്വല്പം ദീർഘിച്ചു പോയ എന്റെ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ അഭിപ്രായ ഭിന്നതകളെ ലഘൂകരിക്കുവാനുള്ള ഒരു വിശാല മനസ്സല്ലാഹു നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കും നൽകുമാറാവട്ടെ. ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ മുസ്ലിം സമൂഹത്തിലെ നേതാക്കന്മാരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ സഹായം ബദറിലും ഉഹദിലുമൊക്കെ ഇറങ്ങിയ അല്ലാഹുവിന്റെ സഹായം നമ്മുടെ സഹോദരന്മാർക്ക് ആസാമിലെ, അതുപോലെ മ്യാൻമറിലെ നമ്മുടെ സഹോദരന്മാർക്ക്, ലോകമെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു ഇറക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.